നമ്മളോട് എല്ലാവരും പറഞ്ഞേക്കുന്നത് എന്താണ്? പ്രഷർ സിറ്റുവേഷനിൽ നമുക്ക് ഡിസിഷൻ എടുത്താൽ ശരിയാവുമോ തെറ്റാവുമോ? തെറ്റായിരിക്കും. ഇതല്ലേ എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ലേ. എന്നിട്ട് ഇവർ ആദ്യം ചെയ്യുന്നത് എന്താ? അവിടുന്ന് ഒരു പുസ്തകം വായിക്കും, ഇവിടുന്ന് ഒരു പുസ്തകം വായിക്കും, വേറൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പുസ്തകം, എല്ലാ പുസ്തകവും വായിച്ചോടെ വെച്ചേക്കും. ഒരു സബ്ജക്റ്റിനെ ഞാൻ ആലോചിക്കണം. എന്നാൽ ഈ സിലബസ് കവർ ചെയ്യുമോ? ഇല്ല. ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റുമ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രത്തോളം പുറകെ പോകുന്നറിയോ? പ്രിലിംസും മെയിൻസും ഒക്കെ ഫെയിൽ ആകുന്ന ആൾക്കാരുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ ക്വിറ്റ് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. ഈ ആരംഭശൂരത്വം എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. നോർമലി നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഭയങ്കര ആരംഭശൂരത്തായിരിക്കും. ആദ്യം പോയിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മളങ്ങ് വാമപ്പ് ചെയ്യും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യും. പക്ഷേ പിറ്റേ ദിവസം ഭയങ്കര ദേഹത്ത് തന്നെയായിരിക്കും. ഇവിടെ നമ്മളെ പേടിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സോഷ്യൽ ഗ്യാതറിങ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ 16 മണിക്കൂർ ഇരുന്ന് പഠിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ തലയിലേക്ക് പ്രഷർ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ബ്രൂസ്ലി പണ്ട് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഐ എം നോട്ട് അഫ്രേഡ് ഓഫ് എ പേഴ്സൺ ഹു പ്രാക്ടീസസ് 10,000 kicks, but I'm afraid of a person who practices one kick 10,000 times. So ശരിക്കും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ആ ഒരു പവർ IAS IPS ഓഫീസേഴ്സിന് കിട്ടുന്നുണ്ടോ? ഓഫ് കോഴ്സ് പവർ അവിടെ ഉണ്ട്. ആർ യു റെഡി എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? നിങ്ങൾക്കിത് പറ്റും, ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കല്യാണത്തിന് പോയാൽ എനിക്ക് തിരിച്ചു വന്നിരുന്നിട്ട് എനിക്ക് സാധനം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. റെഡിയാണോ? മതി, ഒരു പ്രശ്നവുമില്ല. ദി കിങ്, കമ്മീഷണർ, വിക്രമാദിത്യൻ പോലുള്ള മൂവീസും റിയൽ ലൈഫിലെ ഷൈനിങ് പെർഫോമൻസ് കൊണ്ട് വൈറലായിട്ടുള്ള കളക്ടേഴ്സിനെയും കണ്ടു വളർന്ന നമ്മൾ എപ്പോഴെങ്കിലും ഒരു IAS അല്ലെങ്കിൽ IPS ഓഫീസർ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷേ എങ്ങനെയാണ് ഈ ഒരു IAS അല്ലെങ്കിൽ IPS ഓഫീസേഴ്സ് ആവുക? ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? എന്തൊക്കെ പഠിക്കാറുണ്ട്? എക്സാംസ് എങ്ങനെയാണ്? അതുപോലെ ഒരു സാധാരണക്കാരന് ഈ ഒരു എക്സാം പറ്റുമോ? അതുപോലെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പറ്റുമോ? എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങളില്ലേ? ഈ സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരവുമായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു 10 വർഷത്തിലധികമായിട്ട് ഈ ഒരു സിവിൽ സർവീസ് ടീച്ചിങ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള IPM IAS അക്കാഡമിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഗൗതമനാണ്. ഗൗതം, വെൽക്കം ടു ഐക്കോണിക് ഫ്രെയിംസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു IAS അല്ലെങ്കിൽ IPS ഓഫീസർ ആണെങ്കിൽ എന്താണ് പഠിക്കേണ്ടത്? ഏത് എക്സാം ആണ്? അതിനുള്ള ബേസിക് എലിജിബിലിറ്റി എന്താണ്? അപ്പോൾ നമ്മൾ ഒരു IAS IPS IFS എന്നൊക്കെ പറയുന്ന ഏറ്റവും നമുക്ക് അറിയാവുന്ന ഒരു 3 പോസ്റ്റുകളാണതല്ലേ. അതുപോലെ തന്നെ ഏകദേശം ഒരു 10-20ഓളം പോസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസസ് എക്സാമിനേഷനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ അതിന് ഏകദേശം ഒരു 3 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഏത് പ്രായത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. 21 വയസ്സാണ് നമുക്ക് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത്. പക്ഷേ 21 വയസ്സായാൽ എഴുതാൻ പറ്റില്ല. കാരണം അതിൻ്റെ കൂടെ നമുക്കൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രിയും കൂടെ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ 3 സ്റ്റേജസ് എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അപ്പം UPSC എക്സാമിനേഷൻ വരുമ്പോഴേക്കും അതിനകത്ത് പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നുണ്ട്, മെയിൻ എക്സാമിനേഷൻ വരുന്നുണ്ട്, ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതിൽ ഈ മെയിനെയും ഇൻ്റർവ്യൂവിനെയും നമുക്ക് ക്ലബ് ചെയ്യാം. പക്ഷേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2 സ്റ്റേജസ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് സോൾവ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്നാൽ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ടി വരും. ഇപ്പോൾ പ്രിലിമിനറിയിൽ നമ്മൾ OMR ഷീറ്റ് തന്നിട്ട് നമുക്ക് 4 ബബിൾസ് ഉണ്ടാവും, അതിൽ ബബിൾ ചെയ്ത് പോയാൽ മതി. പക്ഷേ മെയിൻസ് എഴുതുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5-6 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന എക്സാമാണ്. ഉടനെ എഴുതണം. അപ്പം നമ്മളുടെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ റിഫ്ലക്റ്റ് ആകുന്ന ഒരു എക്സാമിനേഷനാണ് ഈ മെയിൻസ് എക്സാമിനേഷൻ. അപ്പോൾ മെയിൻസും ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂവിലേക്കുള്ളൊരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഇൻ്റർവ്യൂവും മെയിൻസിൻ്റെ കൂടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് റാങ്ക് തീരുമാനിക്കുന്നത്. ഈ ഒരു 3 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്: പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. 21 വയസ്സിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഏത് ഏജ് വരെ ഈ ഒരു എക്സാം എഴുതാം, അല്ലെങ്കിൽ എത്ര അറ്റംപ്റ്റ്സ് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഈ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ജനറൽ കാറ്റഗറി എടുക്കുമ്പോഴേക്കും 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിനകത്ത് 6 അറ്റംപ്റ്റ്സ് നമുക്കുണ്ട്. പിന്നെ അതിനനുസരിച്ച് ഓരോരോ കാറ്റഗറി വൈസ് റിലാക്സേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 35 വയസ്സ് വരെ പോകുന്നതുണ്ട്, അങ്ങനെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് 9 ആകുന്നുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് നമുക്ക് റിലാക്സേഷൻസ് ഉണ്ടാകും. പക്ഷേ ജനറലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. ഒരു കാരണവശാലും എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും 6 അറ്റംപ്റ്റിന് വേണ്ടി ഇരിക്കരുത്. അത് നോക്കുക വേണ്ട. നിങ്ങളുടെ കാറ്റഗറി വൈസ് സംഭവങ്ങളൊന്നും നോക്കണ്ട. ഫസ്റ്റ് അറ്റംപ്റ്റ് ഷുഡ് ബി യുവർ ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമ്മൾ എന്താ പറയുക, ഇതിലേക്ക് കൂടുതൽ ചിന്ത
ചെലുത്തുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആവും ഉണ്ടാവും. ഇല്ലേ, നമ്മൾ കുറച്ചും കൂടെ ലൂസ് ആവും നമ്മളുടെ പ്രിപ്പറേഷൻ. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതാണ് നല്ലത്. ഈ ജനറൽ കാറ്റഗറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ മിക്ക സ്റ്റുഡൻസ്, ഇപ്പം എൻ്റെ അനിയനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓക്കെ റിസർവേഷൻ ഉള്ളവർക്കൊക്കെ കിട്ടത്തുള്ളൂ, നമ്മൾ ജനറൽ കാറ്റഗറി പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിലൂടെ എന്താണ് പറയാനുള്ളത്? കാരണം റാങ്ക് വരുമ്പോഴൊക്കെ നമുക്ക് അതിൽ മാറ്റം വരുന്നുണ്ടല്ലോ. ഉണ്ട്, ഒബ്വിയസ് ആയിട്ട് നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് ഇപ്പം ഹിസ്റ്റോറിക്കലായിട്ട് ഉണ്ടായിരുന്ന പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസർവേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. എക്കണോമിക് ആയിട്ടും സോഷ്യലായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാനാണ്. പക്ഷേ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കാറ്റഗറി നോക്കിയല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളെപ്പോഴും കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ്, അതാണ് നമ്മൾ മെയിനായിട്ടൊരു കട്ട് ഓഫ് ആയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ കട്ട് ഓഫ് നോക്കിയായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു കാറ്റഗറി വൈസ് റിലാക്സേഷൻസ് ഒക്കെ വർക്ക് ആകുന്നത്. ഈവൻ ഓരോ സ്റ്റേജസിലും ഈ ഒരു കാറ്റഗറി വൈസ് റിലാക്സേഷൻസ് ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവ് ജനറലായിട്ട് എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഇതിനു വേണ്ടി പഠിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ മാർക്ക് നേടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനെ കൂടുതൽ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പ്രിപ്പറേഷനെ ബാധിക്കും, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. അപ്പം അതിനേക്കാളും നല്ലത് എത്രയും ബെറ്ററായിട്ട് നമുക്കതിനത് പെർഫോം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മെയിൻലി നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്, നല്ല ടഫാണ്, സൂര്യന് കീഴിലുള്ള എല്ലാം നമ്മൾ പഠിക്കണം. ശരിക്കും അത്രയും ഒരു ടഫ് ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ ആവറേജ് സ്റ്റുഡൻറ്റിന് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ആവറേജ് സ്റ്റുഡൻസ് ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഈ ടോപ്പർ സ്റ്റോറിയും അതുപോലെ നമുക്കിപ്പോൾ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആയിട്ടിരിക്കുന്ന പല ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, അവരൊക്കെ 10ാം ക്ലാസ്സിൽ ഈ പറഞ്ഞതുപോലെ ടോപ്പേഴ്സ് ആയിരുന്നില്ല. ചിലർ 10ാം ക്ലാസ്സിൽ ഫെയിൽ ആയിട്ടുള്ള ആളുകളുണ്ട്, 2ാമത് എഴുതി 10ാം ക്ലാസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ സിവിൽ സർവീസ് ആളായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു വന്ന ഹിസ്റ്ററിയോ നമ്മുടെ റാങ്ക് വാങ്ങിച്ചിട്ടുള്ള നമ്മളുടെ ഹിസ്റ്ററി ഒന്നുമല്ല ഇതിൻ്റെ മാനദണ്ഡം. നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ റെഡിയാണോ, ഒരു 100% കമ്മിറ്റഡ് ആയിട്ട് ഒരു നിശ്ചിത സമയം പഠിച്ച് നിങ്ങൾ അതിനുവേണ്ടി ആ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ സൂര്യന് കീഴിൽ ഉള്ളതെല്ലാം പഠിക്കണം എന്നുള്ളത്. അതൊരു വലിയ മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു മിത്ത് എന്ന് പറയാം. അപ്പം അത് ആക്ച്വലി നമ്മളെന്താ പറയുക, ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെയല്ല. അത് നമ്മൾ ഈ പറഞ്ഞ് കേട്ടിടത്തോളം നമ്മളിപ്പോൾ യൂസേജ് ആയിട്ട് പറയും, അവൻ IAS പഠിക്കാനല്ലോ എന്ന് പറയാം. അതിൻ്റെ യൂസേജ് എന്ന് വെച്ചാൽ അത്രത്തോളം പഠിക്കാനുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എവിടുന്നേലൊക്കെ കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ വായിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്തൊരു ബുക്കുണ്ട്, അതിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുകയുള്ളൂ. അതേപോലെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള സിലബസ് നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷനും ഉണ്ട്. അത് മെയിൻസിനും ഉണ്ട്, പ്രിലിംസിനും ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോൾ സൂര്യനൊന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, ഇനി ഒരു സ്റ്റുഡൻറ്റ് ഇത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ ഏത് ഏജിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം? ഡിപ്പെൻസ് ആണ്. കാരണം അതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഓരോ വ്യക്തിക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ജനിക്കുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ അത് സ്കൂൾ ടൈമിലായിരിക്കും ആഗ്രഹം ഉണ്ടാകുന്നത്, ചിലപ്പോൾ ഒരു കോളേജ് ടൈമിലായിരിക്കും. ഇപ്പോൾ എനിക്കറിയാവുന്ന ആളുകളുണ്ട്, കോളേജിൽ വെച്ചോ സ്കൂളിൽ വെച്ചോ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ ജോലിക്ക് കയറിയതിന് ശേഷം ആരിൽ നിന്നൊക്കെയോ ഈ എക്സാമിനെ പറ്റി അറിയുകയും പിന്നീട് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി വരുന്നത്. അപ്പം അതിനൊരു നിശ്ചിത സമയമില്ല. പക്ഷേ ഏത് സമയത്താണോ നമ്മൾ ഇതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നൊരു ടൈം ഉണ്ടല്ലോ, അത് സ്കൂളിലാവാം കോളേജിലാവാം. ആ ടൈം മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ്. പതുക്കെ എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ്. ഒരിക്കലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സിലേക്ക് പോകാതെ ഫൗണ്ടേഷൻ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇതിലേക്ക് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം, അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് നമ്മൾ എപ്പോഴാണോ ആ ഒരു ആഗ്രഹം ജനിക്കുന്നത്, ചിലപ്പോൾ ഒരു സിനിമ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ടൈമിൽ കിങ് എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതായിരുന്നു എല്ലാവരുടെയും ഒരു ഇൻസ്പിറേഷൻ. പിന്നെ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു ടൈം ആയപ്പോഴേക്കും വിക്രമാദിത്യൻ സിനിമ വളരെ പോപ്പുലർ ആയിട്ടുള്ള ടൈമായിരുന്നു. അപ്പം അതായിരുന്നു ആളുകളുടെ ഇൻസ്പിറേഷൻ. പിന്നെ ഇപ്പം ആസ്പിരൻസ് അങ്ങനെ കുറേ സീരീസും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളെ നമ്മളെ ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളൊരു കളക്ടറായിരിക്കും നമ്മളുടെ അട്രാക്ഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോലീസുകാരൻ ഒരു IPS ഓഫീസർ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ബാക്കി ആളുകൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഒരു ഹുക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം എവിടെ ആയിക്കോട്ടെ, എപ്പോഴാണോ നമുക്കൊരാഗ്രഹം ജനിക്കുന്നത് ആ സമയം മുതൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്നല്ല, നമ്മൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എങ്ങനെ തുടങ്ങാം എന്ന് പഠിക്കുക എന്നുള്ളത്.
അപ്പോൾ ഒരു സ്കൂൾ ടൈമിൽ ഇപ്പോൾ മിക്ക സ്റ്റുഡൻസും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ സ്കൂൾ പിള്ളേരാണ് കൂടുതൽ ഇതിൽ അട്രാക്ഷൻ വരുന്ന ആ ഒരു ഏജിൽ. പിന്നീട് ചിലരൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാലും ആ ഒരു സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഇപ്പോൾ എടുക്കേണ്ട സ്റ്റെപ്സ്, കാരണം ട്യൂഷൻസിനൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോഴേ സിവിൽ സർവീസിൻ്റെ, അതിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട സമയത്ത് നമ്മൾ ട്യൂഷന് പോകാറുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പോയി ട്യൂഷനും പഠിക്കുന്നത്. അപ്പോൾ ആവശ്യമുണ്ടോ എന്നുള്ളത് അവിടെ ഒരു ചോദ്യമാണ്. ബട്ട് സ്റ്റിൽ NCERT എന്ന് പറയുന്ന ഒരു കരിക്കുലം ഉണ്ടല്ലോ, CBSE അല്ലെങ്കിൽ NCERT, അതാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഫൗണ്ടേഷൻ. അത് നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ബുക്കുകളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 50% വർക്ക് അവിടെ തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആളുകൾ സ്കൂൾ ലെവൽസ് തൊട്ട് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം സ്കൂൾ ലെവൽസിൽ നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ, നിങ്ങൾ വേറെ ഒന്നും പുതിയതായിട്ട് വായിക്കാൻ പോകണ്ട. പഠിക്കുന്ന പാഠങ്ങൾ മാർക്കിന് വേണ്ടി പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇതിനൊരു ആപ്ലിക്കേഷൻ പിന്നീട് വരും എന്നുള്ള ഒരു ഇതോടുകൂടി പഠിക്കുക. അങ്ങനെ അവിടെ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര സിമ്പിളായിരിക്കും നിങ്ങളുടെ ജേണി. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 50 എബോവ് എന്ന് ഞാൻ പറയും, 50% കൂടുതലും നമ്മൾ NCERT നിന്നാണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് ആയാലും കോണ്ടൻറ്റ് ആയാലും എല്ലാം. ബാക്കിയൊക്കെ അഡ്വാൻസ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഫൗണ്ടേഷൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അത് മാർക്കിന് വേണ്ടി പഠിക്കരുത്. മാർക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ മെയിൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച സാധനം നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പഠിക്കുക, അത്രയേ ഉള്ളൂ. ഇനി സ്കൂൾ ലെവൽ കഴിഞ്ഞിപ്പോൾ ഒരു ഡിഗ്രി ലെവൽ, ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ ഈ ഒരു സിവിൽ സർവീസിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കേൾക്കുക, ഫസ്റ്റ് പോയി NCERT വായിക്കാനായിരിക്കും. അപ്പോൾ ഈ 6 തൊട്ട് 12th വരെയുള്ള എല്ലാ NCERT ബുക്സും ഈ ഒരു ടൈമിൽ നമ്മൾ റീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. കാരണം നമ്മൾ ആ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് വായിക്കണം. ഇത് അനിവാര്യമാണ് വായിക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ആളുകൾ ഫെഡപ്പാകാനുള്ളൊരു കാര്യം, ഇവർ ഈ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഓരോരോ പുസ്തകങ്ങൾ വായിച്ച് തീർക്കും. ഇപ്പോൾ ആദ്യം ജോഗ്രഫി തീർക്കും, പിന്നെ ഹിസ്റ്ററി തീർക്കും, പിന്നെ എക്കണോമിക്സ് തീർക്കും, പിന്നെ 7ാം ക്ലാസ്സിലേക്ക് പോകും. ഇതൊരു ഓർഡറാണ്. ഇങ്ങനെ പഠിക്കാനായിട്ട് നമ്മൾ 6ലോ 7ലോ അല്ല ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിഗ്രി ലെവലിലോ അല്ലെ ജോലിയിലോ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഈ ഒരു NCERT വായിച്ചെടുക്കാം എന്നുള്ള ആ സ്ട്രാറ്റജി മനസ്സിലാക്കി നമ്മൾ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ 6ാം ക്ലാസ്സിലാണ് ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സെക്ഷൻ വരുന്നത്. ഈ ഏൻഷ്യൻ ഹിസ്റ്ററിക്കകത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മൗര്യൻ എംപയർ കേട്ടിട്ടുണ്ടാവും, ഇൻഡസ് വാലി സിവിലൈസേഷൻ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമല്ലോ. 6ാം ക്ലാസ്സിൽ പഠിച്ചത് മാത്രം പോരാല്ലോ നമുക്ക് എക്സാമിനേഷൻ, ഒരു അഡ്വാൻസ് ലെവൽ വേണമല്ലോ. അപ്പോൾ എവിടെയായിരിക്കും ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ കാണാൻ പറ്റുക? 7ാം ക്ലാസ്സിലില്ല, 8ലില്ല, 9ലില്ല, 10ലില്ല, 11ലില്ല, 12ാം ക്ലാസ്സിലേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഓർഡറിൽ പഠിച്ചു പോകാമെന്ന് വിചാരിച്ചോ, നമ്മൾ ആ ഏൻഷ്യൻ ഹിസ്റ്ററി പഠിച്ചത് മറന്നുപോകും. കാരണം 12ാം ക്ലാസ് ആകുമ്പോഴേക്കും നമ്മളത് മറന്നുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൗര്യൻ എംപയർ എന്ന് പറയുന്ന സെക്ഷൻ 6ാം ക്ലാസ്സിൽ വായിച്ചതിന് ശേഷം 12ാം ക്ലാസ്സിൽ പോയി മൗര്യൻ എംപയറിൻ്റെ അഡ്വാൻസ് ലെവൽസ് വായിക്കുക. അപ്പോൾ നമ്മുടെ വർക്കും ഈസി ആകും. നമ്മൾ പഠിച്ച കോണ്ടൻറ്റ് വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പഠിക്കാനും പറ്റും. ഇതേ സെയിം കാര്യം ആപ്ലിക്കബിൾ ആണ് ബാക്കി സബ്ജക്ട്സിലും. ഇപ്പോൾ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ 7ൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്ന 9ാം ക്ലാസ്സിലാണ്. നമ്മൾ പുസ്തകം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നാച്ചുറൽ വെജിറ്റേഷൻ എന്നൊരു കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ 9ലുണ്ട്, 9ൻ്റെ കണ്ടിന്യൂഷൻ 11ലുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ പുസ്തകം എടുത്ത് വെച്ചിട്ട് ഇത് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾക്കിത് ഇൻഫർമേഷൻ പലയിടത്തുനിന്ന് കിട്ടുമായിരിക്കും, പക്ഷേ നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് ഈ കണ്ടിന്യൂഷൻസ് വരുന്നത്, എങ്ങനെയാണ് ഈ പാറ്റേൺ വർക്ക് ആകുന്നത്. അതിനനുസരിച്ച് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്തായാലും ഇത് റെലവൻ്റ് ആണ്. NCERT വായിക്കുക എന്നുള്ളത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതൊരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. ഒരുപാട് ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടും, നിങ്ങൾക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷെ അതൊന്നും ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 50% NCERT ആണെന്ന് പറഞ്ഞു, ബാലൻസ് 50% എന്തായിരിക്കും? അഡ്വാൻസ് കോൺസെപ്റ്റ്സ്. അതായത് ഇപ്പോൾ NCERT നമ്മളെല്ലാം പഠിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറേ അഡ്വാൻസ് എലമെൻറ്റ്സ് ഉണ്ടാകും. അക്കാഡമിക്കലി നോക്കുവാണെങ്കിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള വേറെ ബുക്കുകളുണ്ട്. ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഓവർവ്യൂവും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് ഈ ഒരു NCERT വായിക്കുമ്പോൾ കിട്ടുമെങ്കിലും അതിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങൾ ഓരോ ആർട്ടിക്കിൾസിലും എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതൊന്നും നമുക്ക് അവിടെ കിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു ടെക്സ്റ്റ് ബുക്കാണ് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ DD ബസുവിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആയാലും അല്ലെങ്കിൽ ബെയർ ആക്ട് ആയാലും ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് അഡ്വാൻസ് ടെക്സ്റ്റ് ബുക്സ് ആയിട്ട് വരുന്നത്. പിന്നീട് വരുന്ന ഒരു മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് കറണ്ട് അഫെയറാണ്. കറണ്ട് അഫെയറും ആളുകൾ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു ഏരിയയാണ്. അപ്പം കറണ്ട് അഫെയറും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു
നെക്സ്റ്റ് 50% നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര ഇയേഴ്സിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം? ഒരു ന്യൂസ് പേപ്പർ എത്ര വർഷത്തെ നമ്മൾ റെഫർ ചെയ്തിരിക്കണം? നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഈവൻ നമ്മളോട് UPSC ഒരിക്കലും പറയില്ല നിങ്ങളൊരു 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ കറണ്ട് അഫയർ അറിഞ്ഞിരിക്കണം. UPSCയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു പാറ്റേൺ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഏത് വർഷത്തിലായിരിക്കാം ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൂടുതലായിട്ടും ഒരു 1.5 വർഷത്തിനകത്ത്, ഒരു വർഷം നോക്കിക്കോ, 1 to 1.5 വർഷത്തിനകത്തുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അവർ ചോദിക്കുന്നത്. ചില സമയങ്ങളിൽ അതിലും ഇപ്പോൾ 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഒരു വർഷം 1.5 വർഷത്തിനകത്തുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലും ആളുകൾ എംഫസൈസ് ചെയ്യുന്നത് ആ ഒരു വർഷത്തെ കറണ്ട് അഫെയർ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവിടെയും ഒരു ട്രാപ്പ് നമുക്കുണ്ട്. നമുക്കിപ്പം ഇൻഫർമേഷൻ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഈ കറണ്ട് അഫേഴ്സിനെ കൺസൈസ് ആയിട്ട് തരുന്ന മാഗസിൻസ് ഒരുപാടുണ്ട്. ഇപ്പം നമുക്ക് ഇന്നേറ്റായിട്ട് നമുക്കൊരു മടിയുണ്ട്, എല്ലാവർക്കും ഒരു ലേസിനെസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പത്രം വായിക്കാൻ മടിയാണല്ലോ, ഇരിക്കണ്ടേ രാവിലെ. അപ്പം അതിന് പകരം എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു കറണ്ട് അഫെയർ മാഗസിൻ വായിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ കറണ്ട് അഫെയർ മാഗസിൻ വായിക്കുമ്പോൾ നമ്മളത് കാണാതെ പഠിക്കണം, ഉറപ്പായിട്ടും കാണാതെ പഠിക്കണം. അതേസമയം ഇപ്പം നമ്മളൊരു US ജനറൽ ഇലക്ഷനെ പറ്റി ഒരു ന്യൂസ് വായിക്കുകയാണ്, അത് എല്ലാ ദിവസവും ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആ ഓരോ ദിവസം എന്തെങ്കിലും അപ്ഡേറ്റ്സും ഉണ്ടാവുമല്ലോ. ഈ ഓരോ ദിവസവും വായിക്കുന്ന ഒരാൾ ഈ ഒരു ഇൻഫർമേഷൻ മനസ്സിലാക്കുകയാണ്. ആ പുള്ളിക്ക് വേറൊരു ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ഗ്രാസ്പ് ചെയ്യുക, ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്ത് വരുവാണ്. അതേസമയം നമ്മൾ വായിക്കുന്നത് ഒരു കറണ്ട് അഫെയർ മാഗസിനിലെ US ജനറൽ ഇലക്ഷൻ്റെ കാര്യമാണെങ്കിൽ നമ്മളത് കാണാൻ പഠിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം ആക്ച്വലി നമ്മൾ എടുക്കുന്ന ഒരു എക്സ്ട്രാ ബേർഡൻ ആണ്. എന്നാൽ അത് എഫക്റ്റീവ് ആണോ അല്ലതാനും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കണം. കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ മാഗസിൻ അല്ല, ന്യൂസ് പേപ്പർ വായിക്കുക. ഇനി റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗസിൻസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ന്യൂസ് പേപ്പർ റീഡിങ് പറയുമ്പോഴും നമ്മൾ മലയാളികൾ ആദ്യം പ്രിഫർ ചെയ്യുക മലയാളം ന്യൂസ് പേപ്പേഴ്സ് ആയിരിക്കും. പക്ഷേ ഇതുകൊണ്ട് കാര്യമുണ്ടോ? മലയാളത്തെക്കാളും കൂടുതലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇപ്പം ദി ഹിന്ദു ന്യൂസ് പേപ്പറാണ് നോർമലി ആളുകൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഹിന്ദു ന്യൂസ് പേപ്പർ, ഇന്ത്യൻ എക്സ്പ്രസ്സും ഒക്കെയാണ് ആളുകൾ കൂടുതലും ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിന്ദു എടുത്ത് നോക്കുക, നമുക്ക് പ്രോപ്പറായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഹിന്ദുവിൽ നിന്ന് കിട്ടും. ഇപ്പം ഈവൻ ആൻസർ റൈറ്റിംഗ് പോലും നമുക്ക് ഏകദേശം നമുക്ക് ഹിന്ദുവിൻ്റെ ഒരു പാറ്റേൺ നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ മലയാളത്തിൽ കവർ ചെയ്യാത്ത ഒരുപാട് ന്യൂസുകൾ, റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ ഹിന്ദുവിനകത്ത് കവർ ചെയ്യും. ഈവൻ ഹിന്ദുവിനകത്ത് UPSC സ്പെഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് തന്നെയുണ്ട്. ഇപ്പോൾ ഹിന്ദുവിൻ്റെ പല പബ്ലിക്കേഷൻസിലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അവർ തന്നെ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാറുണ്ട് UPSC ആസ്പിരൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രമാത്രം UPSC എക്സാമിനേഷനോട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ഹിന്ദു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടുള്ളൊരു കൺസേൺ ആണ്, നമുക്ക് മെയിൻസ് ആണെങ്കിലും ഇൻ്റർവ്യൂ വരുമ്പോഴാണെങ്കിലും മലയാളം ഓപ്ഷൻ ഉണ്ടെങ്കിലും കൂടുതലും ഇംഗ്ലീഷാണ് നമുക്ക് വരും. ഇപ്പോൾ കോച്ചിങ് ക്ലാസ്സസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും. അപ്പോൾ ഇംഗ്ലീഷ് ഒരു പ്രശ്നമാണോ ഈ സിവിൽ സർവീസിലേക്ക് വരുന്ന സ്റ്റുഡൻസിന്? ഇംഗ്ലീഷ് ഒരു പ്രശ്നമല്ല. നമ്മളെപ്പോഴാണോ അതിനെ ഒരു ഒബ്സ്റ്റക്കിളായിട്ട് കാണുന്നത് ആ മൊമെൻ്റ് തൊട്ട് അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇതിനെ ജസ്റ്റ് ഒരു ലാംഗ്വേജ്, ഒരു മീഡിയമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മാറും. കാരണം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. UPSC എടുത്ത് നോക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അത് വായിക്കുന്നത് കൊണ്ടോ അത് മനസ്സിലാക്കുന്നതുകൊണ്ടോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ആ ഒരു ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലത് അനിവാര്യമാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ തന്നെ ആവണമെന്നൊന്നുമില്ല. ഇതൊരു ഓൾ ഇന്ത്യ സർവീസാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ജോലി കിട്ടാം. അപ്പോൾ നമ്മൾ വേറൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും പല സമയങ്ങളിലും ലാംഗ്വേജ് കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലൊരു പ്രൊഫഷൻസി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് നല്ലതാണ്. എപ്പോഴും ഒരു ലാംഗ്വേജ്, എക്സ്ട്രാ ലാംഗ്വേജ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നൽകുക. നമുക്ക് എഴുതാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മലയാളത്തിൽ എഴുതി ക്രാക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ കൂടുതൽ ഇൻഫർമേഷൻ അവൈലബിൾ ആയതുകൊണ്ട് അവർക്ക് ജോലി ചിലപ്പോൾ കൂടുതലായിരിക്കും. ഇതിനെ പിന്നെ കൺവേർട്ട് ചെയ്തെടുക്കണം, ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കണം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പം ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളം UPSC എന്ന ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് UPSC ഓപ്ഷൻ തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മലയാളം എഴുതുന്ന ആ ഒരു ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താ? മലയാളത്തിൽ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഉറപ്പായിട്ടും ഒരുപാട് ആളുകളുണ്ടല്ലോ മലയാളത്തിൽ ഇപ്പം എഴുതി ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരുപാട്. ഇവിടെ അതിന് പക്ഷേ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കില്ലേ? റിസോഴ്സസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ എല്ലാ ഫേസ് എല്ലാം മാറിയല്ലോ. നമുക്കിപ്പം എന്തും ആക്സസിബിൾ ആണ്.
അത്രത്തോളം റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ മലയാളത്തിൽ എഴുതുന്ന ആളുകൾ, മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിനോട് അത്രത്തോളം ഇഷ്ടമുള്ള ആളുകൾ മലയാളത്തിൽ എഴുതുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ മലയാളം ലിറ്ററേച്ചർ ഓപ്ഷനായിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നിങ്ങളുടെ ഇഷ്ടമാണ് അവിടെ. നമ്മൾ സ്കോറിംഗ് സബ്ജക്റ്റാണെന്ന് പറഞ്ഞെടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ നിങ്ങൾക്കത് പാഷനേറ്റ് ആണോ, നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മടുക്കാതിരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളത് എടുക്കുക, നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യുക. ഒരുപാട് ആളുകൾ ക്രാക്ക് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട് മലയാളത്തിൽ, നന്നായിട്ട് മെൻറ്റർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ഈസിലി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരാൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങൾ എന്തായിരിക്കും? ആദ്യം തന്നെ പോയി ഒരു കോച്ചിങ് എടുക്കണോ, അല്ലെങ്കിൽ സെൽഫ് അവർക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആക്ച്വലി ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്തിന് നമ്മൾ കോച്ചിങ് ആവശ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൺസിസ്റ്റൻസി ബ്ലോക്ക് ആകുമ്പോഴും നിങ്ങളുടെ മോട്ടിവേഷൻ അഫക്റ്റ് ചെയ്യുമ്പോഴുമാണ് നമുക്ക് എപ്പോഴും ഒരു കോച്ചിങ് വേണ്ടി വരുന്നത്. കാരണം നമുക്ക് ഒരു പാത്ത് ചിലപ്പം സെറ്റ് ചെയ്ത് പോകാൻ പറ്റണമെന്നില്ല, നമ്മളുടെ തെറ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു കോച്ചിങ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്ത് അലൈൻഡ് ആവും, നമ്മളുടെ തെറ്റുകളെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനാണ് നമുക്ക് ഈ കോച്ചിങ് എടുക്കുന്നതിൻ്റെ ആവശ്യം. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കുറച്ച് മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾ കുറച്ച് മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, NCERT നിങ്ങൾ വായിക്കാതിരിക്കുക എന്നുള്ളത്. അതാണ്. കാരണം നമുക്ക് അവൈലബിൾ ആണ്, ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഈവൻ പലയിടത്തും പബ്ലിക്കേഷൻസ് ആയിട്ട് തന്നെ ഉണ്ട്. ഈ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഫുൾ NCERT നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് തരുന്നു. ഞാനത് ഒരിക്കലും ഓപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ 6ാം ക്ലാസ്സിലെ പുസ്തകം വായിക്കുക, എന്നിട്ട് 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം ഈവൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻസ് വായിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റിനെ ഏറ്റവും സിമ്പിളായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്ന ഏത് ക്ലാസ്സിലായിരിക്കും? 6ാം ക്ലാസ്സിലായിരിക്കത്തില്ലേ? അതേ കോൺസെപ്റ്റിനെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും 12ാം ക്ലാസ്സിൽ. ഈ രണ്ടും നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിൽ നിന്നും ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ലേ? സോ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട്സ് എടുക്കാതിരിക്കുക, NCERT വായിക്കുക പ്രോപ്പറായിട്ട്. ന്യൂസ് പേപ്പർ വായിക്കുക. ഇതാണ് അടുത്ത മിസ്റ്റേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കറണ്ട് അഫെയർ മാഗസിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് ന്യൂസ് പേപ്പർ. എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഇവിടുത്തെ പ്രശ്നം, ഹിന്ദു ന്യൂസ് പേപ്പറിൽ എടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു 100-150 ന്യൂസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു ദിവസം ഫുള്ളിരുന്ന് വായിക്കാനുള്ള ന്യൂസ് ഹിന്ദുവിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ സ്മാർട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാണ്, നമുക്ക് റെലവൻറ്റ് എന്താണെന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അടുത്ത മിസ്റ്റേക്കാണ് ആളുകൾ ചെയ്യാറുള്ള മിസ്റ്റേക്കാണ്, ഒരു പ്രാവശ്യം സിലബസ് വായിച്ചിട്ട് ഇത് മാറ്റി വെക്കും. അതൊരു കാരണവശാലും ചെയ്യരുത്. സിലബസ് നിങ്ങൾ മനഃപ്പാടമാക്കണം. നിങ്ങൾക്ക് എവിടെയാണോ കാണാൻ പറ്റുന്നത് ആ ഒരു ഭാഗത്ത്, പഠിക്കുന്നൊരു സ്ഥലത്ത് അത് പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈവൻ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു പ്ലേസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈസി ടു ഐഡൻറ്റിഫൈ ദ ന്യൂസ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ സിലബസിൽ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് ഈ ന്യൂസ്, അപ്പോൾ ഇത് റെലവൻ്റാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഒരു ഓൺ ആൻ ആവറേജ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ 150 ന്യൂസിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരു 15 to 20 ന്യൂസേ നമുക്ക് ആവശ്യമുള്ളൂ. അത് സ്മാർട്ടായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാൾ ഒരു മണിക്കൂറിനകത്ത് പരിപാടി തീർത്ത് പഠിച്ചെടുത്തതിന് ശേഷം അവർ അടുത്ത പരിപാടിക്ക് പോകും. ഇത് അറിയാത്തൊരാൾ 3-4 മണിക്കൂർ അതിനകത്തായിരിക്കും, 2 ദിവസമായിരിക്കും, 3-ാമത്തെ ദിവസം തൊട്ട് എനിക്ക് വയ്യ ഈ പരിപാടിയെ നിർത്തും, നമുക്ക് എന്തിലേക്ക് പോകാം, കറണ്ട് അഫെയർ മാഗസിനിലേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ ഇതാണ് അടുത്ത മിസ്റ്റേക്ക്. അപ്പോൾ 1 NCERT ആയിരുന്നു, 2 ന്യൂസ് പേപ്പർ, 3 പറഞ്ഞതുപോലെ നമ്മുടെ സിലബസ് പ്രോപ്പറായിട്ട് വായിക്കുക. അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. 4 PYQ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പം നമുക്ക് ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്, IPM IAS അക്കാഡമി. അപ്പം എല്ലാവരും പറയും ഇങ്ങനെയായിരിക്കും UPSC ചോദിക്കാൻ പോകുന്നത്. പക്ഷേ UPSC എങ്ങനെയാണ് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ UPSC എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോകണം? പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും UPSC എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഏത് ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നത്, അവരെന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ അവിടെ സ്ട്രോങ് ആണ്. പിന്നെ നിങ്ങൾക്കൊരു ഒരു നോളജിൻ്റെ ഒരു ബിൽഡിങ് കെട്ടാനും വളരെ ഈസി ആയിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്സും അനിവാര്യമായി ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കും.
ഇനി നമ്മൾ സിവിൽ സർവീസിൻ്റെ സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ലെവൽ പ്രിലിംസ് ആണ്. അപ്പോൾ എല്ലാവരും തന്നെ പറയാറുള്ളത് 90% ആൾക്കാരും ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് കുറച്ച് ടഫാണ്. ഇപ്പോൾ മെയിൻസ് പാസ്സായി ഇൻ്റർവ്യൂവിൽ പോയിട്ട് സെക്കൻഡ് ടൈം വീണ്ടും വന്ന് CSAT ഫെയിൽ ആവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? പ്രിലിംസിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? ഞാൻ ആ കോൺടാക്സ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ അത് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ഒരു നമ്പേഴ്സ് ഒരു ആവറേജ് നമ്പേഴ്സ് എടുത്ത് നോക്കാം. ഏകദേശം ഒരു 9 ലക്ഷം 10 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്യും ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട്. ഇപ്പം പലരും അപ്ലൈ ചെയ്യുന്നത് ചിലപ്പം വീട്ടിലെ നിർബന്ധം കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ എക്സാമിനേഷൻ്റെ ദിവസം, അതായത് പ്രിലിംസ് എക്സാമിനേഷൻ്റെ ദിവസം എത്ര പേര് അവിടെ എത്തുന്നുണ്ട്, എത്ര പേര് എക്സാമിനേഷൻ എഴുതുന്നുണ്ടെന്നുള്ളത് റെലവൻ്റ് ആണ്. ഒരു 4 ലക്ഷം പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയോളം ആളുകൾ അന്ന് വന്നില്ല. 4 ലക്ഷം പേര് എഴുതുന്നുണ്ട്. ഈ 4 ലക്ഷം പേരിൽ എത്ര പേര് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളവരായിരിക്കും? നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഈ കോച്ചിങ് സെൻറ്റേഴ്സിൽ പോകുന്ന എല്ലാവരും സീരിയസ് ആണോ? ഒരു കാരണവശാലും അല്ല. പേരൻസ് ആവാം, അല്ലെങ്കിൽ പിയർ പ്രഷർ ആവാം, അല്ലെങ്കിൽ പണ്ട് അവർ എപ്പോഴോ പറഞ്ഞു കാണും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്, അതിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ആളുകളുണ്ട്. ഇഷ്ടമല്ലാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ വളരെ ഇഷ്ടത്തോടു കൂടി വന്ന് ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിൽ പോലും നമുക്ക് ഈ പറഞ്ഞതുപോലെ തിരിച്ചെടുക്കാൻ പറ്റും എത്ര പേർക്കാണ് വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ എക്സാമിനേഷൻ എനിക്ക് തോന്നുന്നു 1 ലക്ഷം പേരൊക്കെ ആയിരിക്കും മാക്സിമം അത്രയും പാഷനേറ്റ് ആയിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വരുന്നത്. ഈ 1 ലക്ഷം പേരിൽ നിന്ന് 4 ലക്ഷം പേര് എഴുതും. ആ 4 ലക്ഷം പേരിൽ നിന്ന് ഒരു 15,000 പേരെ മാത്രമേ അവർക്ക് എവിടേക്ക് ആവശ്യമുള്ളൂ? മെയിൻസിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യം, ഈ പ്രിലിംസ് പാസ്സായവരെല്ലാം ആണോ മിടുക്കർ എന്നുള്ളതാണ്? അല്ല. കാരണം നോളജ് ഇപ്പം എന്താ പറഞ്ഞത്, സിവിൽ സർവീസ് എക്സാമിനേഷൻ ആസ് എ ഹോൾ എടുത്ത് നോക്കിയോ, എക്സാമിനേഷൻ പാസ്സായവർ മാത്രമല്ല മിടുക്കർ. കാരണം അതിനേക്കാളും നന്നായിട്ട് നോളജുള്ള ആളുകളുണ്ടാവും. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന കുട്ടികൾ, സിവിൽ സർവീസ് എഴുതുന്ന കുട്ടികളായാലും റീഡിംഗ് റൂമിലൊക്കെ പോയിരിക്കുന്ന കുട്ടികളായാലും അവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ വന്ന് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചേട്ടനോ ചേച്ചിയോ അവിടെ ഇരിപ്പുണ്ടാവും. പക്ഷെ അവർക്ക് ചിലപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് നിന്ന് സ്ട്രാറ്റജിയുടെ കുറവാണ്. ചിലപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യത്തില്ല. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. പക്ഷേ പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസാണ്. നിങ്ങൾ എത്ര നോളജ് അക്യൂർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ആ എക്സാമിനേഷന് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നായിരിക്കും ചോദ്യം വരുന്നത്. ഇപ്പം നമ്മൾ ഈ വായിച്ചു പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നായിരിക്കും. നോട്ട് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അത് വളരെ കെയർലെസ് ആയിട്ടുള്ള എററാണ്. അത് ആദ്യം ചെയ്യുമ്പം നമ്മൾ ആ എറർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 50 പ്രാവശ്യം നിങ്ങൾ ഇതേപോലത്തെ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ആ നോട്ട് നിങ്ങളവിടെ നോട്ട് ചെയ്യും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രൂസ്ലി പണ്ട് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഐ എം നോട്ട് അഫ്രേഡ് ഓഫ് എ പേഴ്സൺ ഹു പ്രാക്ടീസസ് 10,000 kicks, ബട്ട് ഐ എം അഫ്രേഡ് ഓഫ് എ പേഴ്സൺ ഹു പ്രാക്ടീസസ് 1 kick 10,000 times. സോ ഒരു കിക്ക് 10,000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നവൻ മാസ്റ്ററാണ് അതിനകത്ത്. അത് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയാത്ത ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ പോലും നിങ്ങളുടെ ഫിംഗർ ടിപ്സിലെത്തും. അതാണ് പ്രാക്ടീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമുക്ക് അത് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാം, ടൈം ഇല്ലാത്തതും ഉണ്ടാവാം, ചിലപ്പോൾ നമുക്ക് ആങ്സൈറ്റി, എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പഠിക്കാൻ കൂടുതൽ സമയം അവർ കണ്ടെത്തും, അവരിത് ചെയ്യത്തില്ല. ഈ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നിന്ന് ആരും 100% സിലബസ് കവർ ചെയ്തിട്ടല്ല വന്നിരുന്ന് എഴുതുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ 60% കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ 60% പിന്നെയും റിവൈസ് ചെയ്യുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് എടുക്കുക. അത് മതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താനായിട്ട്. സോ ഇതാണ് ഈ പ്രിലിംസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. നോളജ് അല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ നോളജ്. പ്രാക്ടീസ് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. എക്സാം മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രാക്ടീസ് പോലെ തന്നെ ഇപ്പോൾ ചിലർ പറയുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ് ആ ഒരു മാത്സിൻ്റെ ഏരിയ നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവിടെയും ഇത് തന്നെ, എനിക്ക് ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ, പ്രാക്ടീസാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത്, CSAT ക്വാളിഫയിങ് പേപ്പറാണ്. ക്വാളിഫയിങ് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് മിനിമം മാർക്ക് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും അവസാനം ചെയ്യാനായിട്ട് വെച്ചേക്കും. ആ അവസാനത്തെ 1 മാസം മാത്രം ചെയ്യാമെന്ന് വിചാരിക്കും. അവിടെയാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. കാരണം അവസാനത്തെ 1 മാസം നിങ്ങൾ ഹൈലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാരണം കൺഫ്യൂഷൻ ഉണ്ടാകും, എങ്ങനെ എക്സാം, ആങ്സൈറ്റി, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ CSATൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 1 വർഷം പ്രിപ്പയർ ചെയ്യുന്നൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, എത്രയും ഏർലിയറായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ. ഒരു ദിവസം 1 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ആ പ്രാക്ടീസ് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക, അത് മതി. അല്ലാതെ അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ ടൈം കണ്ടെത്തി ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ വർക്കാവും.
മനസ്സിലായില്ലേ? പിന്നെ ഈ മെൻ്റൽ എബിലിറ്റിയും അതേപോലെ ബേസിക് ന്യൂമറസിയൊക്കെയാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. എല്ലാ ദിവസവും 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. എത്ര നേരം എടുക്കും? മാക്സിമം ഒരു 15 മിനിറ്റ്. അപ്പോൾ കണക്കൊക്കെ ആണെങ്കിൽ ചിലർ 1 മിനിറ്റ് ചെയ്യുമായിരിക്കും, ചിലർ 30 സെക്കൻഡ് ചെയ്യുമായിരിക്കും, പക്ഷേ ചിലർക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കുമായിരിക്കും. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ടൈം കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ടുള്ളൂ. നമുക്ക് ടൈം കിട്ടും, കാരണം നമ്മൾക്ക് ചില സബ്ജക്ട്സ് പഠിച്ചിട്ട് നമുക്കൊരു മടുപ്പ് വരും. ആ സമയത്ത് നിങ്ങളെടുത്തൊരു CSAT ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പം അറിയത്തില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഓപ്ഷനുണ്ട്. ഇപ്പം ChatGPT AI ഉള്ള സമയത്ത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് കിട്ടാതായിട്ടുള്ളത് എല്ലാം കിട്ടും അല്ലേ? സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ടെക്നോളജിയൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിലിംസ് ആണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എങ്കിലും നോർമലി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക മെയിൻസ് വെച്ചിട്ടാണല്ലോ. അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പ്രിലിംസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്ര ടൈം വേണം? എന്തുകൊണ്ടാണെന്നുള്ള ഉത്തരം പറയാം. കാരണം നമ്മൾ ഈ മെയിൻസിൻ്റെ ഒരു സിലബസ് നോക്കിയാൽ മനസ്സിലാവും, വളരെ ഡീറ്റെയിൽഡാണ് സിലബസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ പോലും അതിനെപ്പറ്റി ഒരു 1-2 സെൻറ്റൻസ് അവിടെ ഉണ്ടാകും. ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെ വരും എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രിലിംസിനകത്ത് വരുമ്പോഴേക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇത്രയുമേ ഉള്ളൂ. ദാറ്റ്സ് വെരി വേഗ് അല്ലേ? നമുക്ക് അതിനകത്ത് എന്ത് വരുമെന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതായിരിക്കും നമ്മൾ പഠിക്കാൻ ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ മെയിൻസിൽ നിന്ന് ചൂസ് ചെയ്യുക. അപ്പം മെയിൻസ് ആകുമ്പോൾ നമുക്ക് ഇലാബറേറ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോരോ ടോപ്പിക് എടുത്ത് പഠിച്ച് പോകാം. പക്ഷേ ഈ പറഞ്ഞ ടോപ്പിക്കൊക്കെ എവിടെ ആപ്ലിക്കബിൾ ആവുന്നുണ്ട്? പ്രിലിംസിൽ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ പ്രിലിംസ് എക്സാമിലേക്ക് വരുമ്പോഴേക്കും ഈ നേടിയെടുത്ത് ഈ നോളജിനെ നമ്മൾ കൺസൈസ് ആക്കണം. ഇതിനെ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ടെസ്റ്റുകൾ എടുത്തേ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻസിന് വേണ്ടി വളരെ കോംപ്രിഹെൻസീവായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അവസാനത്തെ ഒരു 3 മാസം വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രിലിംസിൻ്റെ ജനറൽ സ്റ്റഡീസ് സബ്ജക്റ്റുകൾ ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അവർ ഒരു ഭാഗം ചൂസ് ചെയ്യുന്ന ഇവിടെ നിന്നായിരിക്കും, വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് വേറെ ഏതെങ്കിലും ഒരു ഏരിയ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു നാക്ക് നമുക്ക് കിട്ടും. അപ്പം പ്രാക്ടീസ് ഒരു 3 മാസത്തെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ജനറൽ സ്റ്റഡീസിൽ നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു CSAT ആണെങ്കിൽ നമ്മൾ നേരത്തെ തുടങ്ങുക, ഒരു പതുക്കെ എത്ര നാൾ പ്രിപ്പറേഷൻ ടൈം വേണ്ടി വരും? നമുക്കൊരു 1 year ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ 6 months പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് ആണ്. നമുക്ക് ഇപ്പം അഞ്ജലി പഠിച്ചത് ഒരു കൊമേഴ്സ് ലെവലിൽ നിന്നിട്ടാണെന്ന് നോക്കുക. ഞാൻ കൊമേഴ്സ് പഠിക്കാൻ ചിലപ്പോൾ 2 വർഷം എടുക്കുന്ന കാര്യം അഞ്ജലിക്ക് 2 മാസം പോലും എടുക്കില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പം ഇത് ആപ്ലിക്കബിൾ ആണ്, ഈ ലേണിങ്ങിലും ആപ്ലിക്കബിൾ ആണ്. ഇപ്പം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും മെഡിസിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനും ഹിസ്റ്ററി പഠിക്കാനും ഒക്കെ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും. ചിലപ്പോൾ അവർക്ക് വളരെ പാഷനേറ്റായിട്ട് അവർക്ക് ഇവരെക്കാളും എളുപ്പത്തിൽ പഠിക്കാനും പറ്റുമായിരിക്കും. അപ്പം ആ ഒരു ടൈം ഡിഫറൻസ് വരും. പക്ഷേ നോർമലി ഒരു 6 months to 1 year നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിവിൽ സർവീസിലേക്ക് വരുന്ന സ്റ്റുഡൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഗ്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ? അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരു മാൻഡേറ്ററി ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നോർമലി ആളുകൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ പണ്ടേ ഒരു സ്കൂൾ ലെവൽസിലൊക്കെ തൊട്ടേ ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവർ ചൂസ് ചെയ്ത് വരുന്ന ആ ഒരു ഇതിലായിരിക്കും വരുന്നത്. പക്ഷേ ചിലർക്കൊരു സെക്കൻഡ് ഒരു ഓപ്ഷൻ B എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചായിരിക്കും ആളുകൾ വരുന്നത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല, അത് വളരെ നല്ലതാണ്. കാരണം അൺസർട്ടൺ ആണ്, ഈ എക്സാമിനേഷൻ അൺസർട്ടൺ ആണ്. നിങ്ങളെല്ലാം പഠിച്ചിട്ട് പോയെങ്കിൽ പോലും ആ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഒരു തലവേദന വന്നാൽ മതി നമ്മളുടെ ആ എക്സാമിൽ നമ്മൾ ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അൺസർട്ടൺ ആയിട്ടുള്ള എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ B, ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ട് ഇതിനു വേണ്ടി പഠിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. കാരണം നമുക്ക് അഥവാ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് ജോബ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയും നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നോക്കി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു പ്രൊഫഷണൽ ചെന്നിട്ട് സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പക്ഷേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന മൊമെൻറ്റ് മുതൽ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം 1 വർഷം അല്ലെ ചിലപ്പോൾ 1 വർഷം കൂടി ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റണമെന്ന്, കാരണം നിങ്ങൾക്ക് അത്രയും സമയം കൊടുക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾ 2 വർഷം ടൈം വെക്കുക, 2 വർഷം കൊണ്ട് നിങ്ങളത് പഠിച്ചു തീർക്കുക. അപ്പം അങ്ങനെ ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റും അവരുടെ ടൈം അവൈലബിലിറ്റി അനുസരിച്ച് അവർക്ക് ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം പക്ഷേ ഏത് പ്രൊഫഷനായാലും നിങ്ങൾക്കത് ചൂസ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് എന്തിലേക്ക് വരാം, സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക്
വരാവുന്നതാണ്. ഇപ്പോൾ സിവിൽ സർവീസ് നമുക്ക് കോച്ചിങ് വേണം നിർബന്ധമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു ആദ്യമായിട്ട് വരുന്നൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇവന് NCERTയുടെ ഈ ടോപ്പിക്സ് എങ്ങനെ അത് സ്ട്രക്ചർ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ സിലബസ് എങ്ങനെ മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും, പാത്ത് വേ, ഇതൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും ഡിഫിക്കൾട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളത് ഡൽഹിയിലെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കോച്ചിങ്ങിനെ പറ്റിയൊക്കെയാണ്. ഇപ്പോൾ കേരളത്തിൽ കോച്ചിങ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഡൽഹി എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ വരാൻ കാര്യം, ഒരു കാലഘട്ടത്തിൽ ഡൽഹി എന്ന് പറയുന്നൊരു ഹബ്ബായിരുന്നു സിവിൽ സർവീസ്. കാരണം ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസും ഏറ്റവും നല്ല ക്വാളിറ്റി ടീച്ചേഴ്സും ഒക്കെ ഉള്ളത് ഡൽഹിയിലായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ പോയി പഠിച്ചിട്ടുള്ള ആളുകൾ പല ഭാഗങ്ങളിലും സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. സോ വിച്ച് മീൻസ് വാട്ട്, അവരുടെ അതേ എക്സ്പെർട്ടീസ് എങ്ങോട്ടും വരികയാണ്, നമ്മളുടെ ഈ ഭാഗങ്ങളിലേക്കും വരികയാണ്. ഇന്ന് നമുക്ക് അതിൻ്റെയും ആവശ്യമില്ല. കാരണം ടെക്നോളജി അത്രമാത്രം വളർന്നു. ഏത് മൊമെൻറ്റിൽ നിന്നാലും ഏത് ഭാഗത്ത് നിന്നാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓൺ ആൻ ആവറേജ് ഇപ്പം പല സ്ഥലങ്ങളിലും നോക്കുകയാണെങ്കിൽ ഒരു 80,000 to 1 lakh ഒക്കെയാണ് ഫീസ് വരുന്നത്. ഈവൻ 2 lakhs എബോവ് വരുന്ന അക്കാഡമീസ് വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഓക്കെ, ഇത് തന്നെയാണ് ആക്ച്വലി ഞാൻ പോലും IPM IAS അക്കാഡമി എന്ന് പറയുന്നൊരു ഇത് തുടങ്ങാനായിട്ടുള്ള കാര്യം. ഏറ്റവും അഫോർഡബിളായിട്ട് കുട്ടികൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 12,000 rupees ഒരു വർഷത്തെ കോഴ്സ്. എൻ്റയർ സിവിൽ സർവീസിൻ്റെ കോച്ചിങ് എന്ന് പറയുന്നത് 12,000 രൂപയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ട്യൂഷന് പോലും അതിൽ കൂടുതൽ കൊടുക്കാറുണ്ട് അല്ലേ. സോ അഫോർഡബിൾ ആക്കാൻ പറ്റും. കാരണം എന്താണ്, സിലബസ് മാറുന്നില്ല, സിലബസിന് മാറ്റമില്ല. നമ്മൾ പഠിക്കുന്ന കോണ്ടൻറ്റ് എന്താണ്, ഹിസ്റ്ററിക്ക് എവിടെയാണ് മാറ്റം വരുന്നത്, ജോഗ്രഫിക്ക് എവിടെയാണ് മാറ്റം വരുന്നത്, മാറ്റം വരുമായിരിക്കും. പല പല ഭാഗങ്ങളിൽ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ വരുമായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ എംഫസൈസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും, പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫോർഡബിളായിട്ട് ആളുകൾക്ക് പഠിക്കാൻ പറ്റും. അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ കൺസിസ്റ്റൻസി നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടോ, അതാണ് ആദ്യം ചോദിച്ച ചോദ്യം അല്ലേ. അപ്പോൾ ഗൈഡൻസ് ആവശ്യമാണ്. നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാനും ആൾക്കാരുണ്ടാകും, നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ടാകും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായിരുന്നു നമ്മളുടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഉദ്ദേശവും. പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക, എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നുള്ള കാര്യം കുട്ടികളെ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ NCERT എങ്ങനെ വായിക്കണം എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികൾക്കെങ്കിലും ഇതൊരു ബൾബോൺ മൊമെൻ്റ് ആയിരിക്കും. അവർക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും. കാരണം ഓക്കെ, ഞാനിങ്ങനെ അല്ലല്ലോ വായിച്ചേ, എൻ്റെ അത്രയും സമയം ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ 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 മാറ്റങ്ങൾ, ഷിഫ്റ്റുകൾ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ടൈമും ലാഭിക്കാം, നമ്മളുടെ പഠനവും നിലവാരവും നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. സോ ഓൺലൈനായിട്ട് ചൂസ് ചെയ്താലും ഇത് ക്രാക്ക് ചെയ്യാനായിട്ട്. അതെ, ഓൺലൈനായിട്ട്. കാരണം ഒത്തിരി ആളുകളില്ലേ, ഇപ്പോൾ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ടല്ലോ നമുക്ക് ഓൺലൈനായിട്ട് ആളുകൾ എന്താ പറയുക പ്രിപ്പയർ ചെയ്ത്. പക്ഷെ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ ട്രിവാൻഡ്രം പോയിട്ടാണെങ്കിലും അവിടെ കംപ്ലീറ്റ് അതിന് വേണ്ടി ഒരു റൂം എടുത്ത് നമ്മൾ വേറെ എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച്, ഈവൻ ഫാമിലി ഫങ്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നു, ഫോണൊക്കെ ഓഫ് ചെയ്ത് സോഷ്യൽ മീഡിയ എല്ലാം അവോയ്ഡ് ചെയ്ത് അങ്ങനെയുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം അല്ലാതെ നോർമലി വീട്ടിലിരുന്ന് ഓൺലൈൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് പോസിബിൾ ആയിരിക്കുമോ? ഇപ്പോൾ ഈ വർഷത്തെ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സിവിൽ സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് ഓൾറെഡി കഴിഞ്ഞ വർഷം സിവിൽ സർവീസ് എഴുതിയെടുത്ത് ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ പ്രാവശ്യം സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതിനേക്കാളും കൂടുതൽ ജോലി ആർക്ക് കാണും? ഈ പറഞ്ഞ സിവിൽ സർവൻസിന് കാണും. അവർക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പക്ഷെ അവർ ഓൾറെഡി ഒരു വൺ ടൈം പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഓഫ് കോഴ്സ്. അപ്പോൾ അവർക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏത് പ്രൊഫഷനിലിരിക്കുന്ന ആളുകൾക്കും നിങ്ങളുടേതായിട്ടുള്ള ടൈം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മളെ പേടിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സോഷ്യൽ ഗ്യാതറിങ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ 16 മണിക്കൂർ ഇരുന്ന് പഠിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ തലയിലേക്ക് പ്രഷർ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പം ഇത് വരുമ്പോൾ നമ്മൾ ആക്ച്വലി പഠിക്കുന്നുമില്ല. അപ്പം അയ്യോ എനിക്ക് 16 മണിക്കൂർ പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മളുടെ സമയം പൊക്കോണ്ടേ ഇരിക്കുകയാണ്, നമ്മൾ ടെൻഷനാണ് നമുക്ക്. അപ്പം അത് വേണ്ട, നിങ്ങൾ എഫക്റ്റീവായിട്ട് 2 മണിക്കൂർ ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോളുക. പക്ഷേ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ പഠിച്ചെടുത്തോ. നിങ്ങൾ ഇന്നത്തെ ദിവസം സെറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമോ, ഇതായിരിക്കണം. കാരണം അഞ്ജലിയുടെ ഒരു ഗ്രാസ്പിംഗ് പവറോ അല്ലെങ്കിൽ ഒരു ലേണിംഗ് എബിലിറ്റിയോ ആയിരിക്കത്തില്ല ചിലപ്പം എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ആ സ്പീഡിൽ ചിലപ്പം വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ വളരെ സ്ലോ ആയിട്ടായിരിക്കും ചിലപ്പോൾ അതിനെ ഗ്രാസ്പ് ചെയ്തെടുക്കുന്നത്, അഞ്ജലി വളരെ ഫാസ്റ്റായിട്ട് എടുക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് അഞ്ജലിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്?
ഇല്ല, പോസിബിൾ അല്ലല്ലോ. പക്ഷേ എനിക്ക് എൻ്റെ ഇന്നലത്തെ പെർഫോമൻസുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നലെ എനിക്ക് 3 മണിക്കൂർ എടുത്തു, പക്ഷേ ഇന്ന് എനിക്ക് 2 മണിക്കൂർ എടുത്തുള്ളൂ. അതെനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ അതാണ് ബെസ്റ്റ്. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ ഒരു പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നെഗറ്റിവിറ്റി കിട്ടും സോഷ്യൽ ഗ്യാതറിങ്ങിൽ പോകുമ്പോൾ. അപ്പം ഒരു 20, 22, 24 വയസ്സൊക്കെ ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരു കല്യാണത്തിന് ചെല്ലുമ്പോൾ നമുക്ക് നോർമലി കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ, നിനക്ക് ജോലിക്കൊന്നും പോകാറായില്ലടാ, അല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ടേ, ഇപ്പം എന്താ അച്ഛനെ അമ്മയെ ഇത്രയും ഇനിയും പിന്നെ ഇട്ട് അവരെ കഷ്ടപ്പെടുത്താതെ, ഇത് നമ്മളിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയാലും ഒരു കുറച്ച് സ്ട്രെസ്സ് നമുക്ക് തരും. ആ സ്ട്രെസ്സ് കൊണ്ട് തന്നെ നമ്മുടെ കുറേ പഠനത്തിൻ്റെ സമയം പോകും. അപ്പം അതുകൊണ്ടായിരിക്കും നമ്മളോട് ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ ഗ്യാതറിങ്ങിൽ പോകരുതെന്ന് പറയുന്നത്. വേറൊരു ഫാക്ടറുണ്ട്, നമ്മളൊരു എൻജോയ്മെൻറ്റ് മോഡിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വരിക എന്ന് പറഞ്ഞ ഒരു പാടുണ്ട്, ബ്രേക്ക്. അപ്പം ഞാനിപ്പോൾ എൻ്റെ കുട്ടികളോട് പറയാറുള്ള കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം വിൽ പവർ ഉണ്ടായിരിക്കണം പെട്ടെന്ന് തിരിച്ചു വരാൻ. നോർമലി എല്ലാവർക്കും അതില്ല, കാരണം നമ്മളെല്ലാവരും ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻ്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് ഈ ഒരു സ്റ്റഡി പാറ്റേണിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പം അത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ എഴുതപ്പെടാത്ത കുറച്ച് അലിഖിത നിയമങ്ങൾ നമുക്ക് വാമൊഴിയായിട്ടും ഒക്കെ ഇങ്ങനെ തന്നിട്ടുള്ളത്. സോ നിങ്ങൾ ആർ യു റെഡി എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ, നിങ്ങൾക്കിത് പറ്റും, ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കല്യാണത്തിന് പോയാലും എനിക്ക് തിരിച്ചു വന്നിരുന്നിട്ട് എനിക്ക് സാധനം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും, റെഡിയാണോ, മതി, ഒരു പ്രശ്നവുമില്ല. അവിടെ ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കുന്നില്ല. അമ്മായിയോ അമ്മാവനോ അപ്പൂപ്പനോ വന്ന് ചോദിക്കുമ്പോഴത്തേന് അപ്പൂപ്പ അത് കുഴപ്പമില്ല, ഞങ്ങളുടെ വീട്ടിലെ കാര്യമല്ലേ, അത് നോക്കിക്കോളാം, അല്ല അച്ഛനോട് പറഞ്ഞാൽ മതി എന്ന് പറയാൻ കോൺഫിഡൻസ് ഉണ്ടോ, ഒരു പ്രോബ്ലം ഇല്ല. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ കോൺഫിഡൻസ് അനുസരിച്ചിരിക്കും, നമ്മളുടെ മൈൻഡ് സെറ്റ്. പക്ഷെ എത്രയൊക്കെ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞാലും ഈ ഒരു നെഗറ്റിവിറ്റി അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു കുട്ടി ഇപ്പോൾ സിവിൽ സർവീസിന് ഒരു ഡ്രീം ചെറുപ്പത്തിലെ പറഞ്ഞ് ആദ്യം തന്നെ കേൾക്കുന്നത് നമുക്കൊന്നും പറ്റിയ പണിയല്ല, ആ ഒരു ടോക്കായിരിക്കും ആൾ കേൾക്കുക, അല്ലെങ്കിൽ അത്ര ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആകണം. അപ്പോൾ ഒരു നെഗറ്റിവിറ്റി എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? അതിനിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് റിസോഴ്സസ് ഒരുപാടുണ്ട്. പണ്ട് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് പല ക്ലാസ്സുകൾക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. അപ്പം ഫിസിക്കൽ ക്ലാസ്സസിന് പോകണമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഫിസിക്കലി പോകേണ്ടി വരുമായിരിക്കും. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. കാരണം എന്താ പറയുന്നത്, NLP ആയാലും അതേപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്സുകളായാലും വർക്ക്ഷോപ്സ് ആയാലും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്സ് ആയാലും ഒക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കതിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് ഈസിയാണ്. പക്ഷേ സ്റ്റിൽ ഇതൊരു പ്രോബ്ലമാണ്. കാരണം ഈ നെഗറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ അഞ്ജലിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതേ സെയിം ചോദ്യം എന്നോട് ചോദിച്ചാലും ആ രണ്ട് ചോദ്യവും നമ്മൾ ഉണ്ടാക്കിക്കുന്ന ഇമ്പാക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? നമ്മളത് പെർസീവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. സോ അതിന് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ വർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞ സെഷൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം വളരെ അൺസർട്ടൺ ആയിട്ടുള്ള എക്സാമിനേഷൻ നമ്മൾ എഴുതുമ്പോൾ ഒബ്വിയസ്ലി ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് എന്താ പറയുക പേടിയും ഭയവും ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്പിരിച്വാലിറ്റി ആയാലും ഈ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ ആയാലും നമ്മൾ ഈ പറയുന്ന ഏത് കാര്യങ്ങളായാലും ഈ സാധനാസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ യോഗ ചെയ്യുന്നത് എന്തിനാണ്, മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റില്ല, ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അതിനെ ഓർത്തായിരിക്കും നമ്മൾ അടുത്ത ടെൻഷൻ, ഇല്ലേ? നമ്മളിപ്പോൾ ഒരു 4 മണിക്കൂർ ഇരിക്കുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ 4 മണിക്കൂർ പുസ്തകത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ നമ്മൾ പഠിക്കുകയാണ്, പക്ഷെ ശരിക്കും നമ്മൾ പുസ്തകത്തിൻ്റെ ഫ്രണ്ടിൽ പുസ്തകം വായിച്ചുകൊണ്ട് തന്നെ എത്ര നേരം നമ്മൾ പഠിക്കുന്നുണ്ടെന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഓഫ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലേ? അപ്പം എഫക്റ്റീവ്ലി ചിലപ്പോൾ നമ്മൾ 4 മണിക്കൂർ ഇരിക്കുന്നത് 1 മണിക്കൂറായിരിക്കും പഠിക്കാൻ പറ്റുന്നത്, ബാക്കി 3 മണിക്കൂർ എന്താ വേസ്റ്റാണ്. അപ്പം നമുക്കതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നമ്മുടെ ഒരു മനുഷ്യന് എന്താ ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ നമുക്കൊരു അറ്റൻഷൻ സ്പാനുണ്ട്, ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് ആണ്. നിങ്ങൾ അത്രയും പഠിക്കുക, ബ്രേക്ക് എടുക്കുക 5 മിനിറ്റ്, അത് കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുക, പിന്നെ 20-25 മിനിറ്റ് പഠിക്കുക, പിന്നെ ബ്രേക്ക് എടുക്കുക. സോ അങ്ങനെ വളരെ എഫക്റ്റീവായിട്ടുള്ള ടിപ്സുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ കൺസിസ്റ്റൻസി കൊണ്ടുവരാനും കോൺഫിഡൻസ് കൊണ്ടുവരാനും ഈ പറഞ്ഞതുപോലെ ഈ നെഗറ്റിവിറ്റി ഫാക്ടേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും നല്ലത് നെഗറ്റിവിറ്റി ഉള്ള ആളുകളുമായിട്ടുള്ള സംസാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഈ സോഷ്യൽ ഗ്യാതറിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങൾ വരുന്നത്. സോ മാക്സിമം കുറയ്ക്കുക.
പിന്നെ നമ്മൾ എത്ര മോട്ടിവേറ്റഡ് ആയിട്ടിരുന്നാലും നോർമൽ ഒരു എക്സാം പോലെ ഒരു ലാസ്റ്റ് 1 month പ്രിപ്പറേഷൻ അല്ല നമുക്ക് വരുന്നത്. ഒരു 1 year കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഡെയിലി അതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും? കാരണം കുറേ പേരൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഡ്രോപ്പ് ചെയ്ത് പോകുന്നത് കാണാറുണ്ട്. ഇപ്പം നോർമലി നമുക്ക് ആരംഭശൂരത്വം കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പം നോർമലി നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഭയങ്കര ആരംഭശൂരത്തായിരിക്കും. ആദ്യം പോയിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മളങ്ങ് വാമപ്പ് ചെയ്യും, അല്ല എക്സസൈസ് ചെയ്യും. പക്ഷേ പിറ്റേ ദിവസം ഭയങ്കര ദേഹത്ത് വേദനയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അന്നത്തെ ദിവസം പോകത്തില്ല, അതിൻ്റെ അടുത്ത ദിവസം പോകത്തില്ല. അപ്പോൾ ഇത് നോർമലി ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ പ്രശ്നം ഇവിടെയും വരും. നമ്മൾ ഈ ആരംഭശൂരത്വം കാരണം നമ്മൾ ആദ്യത്തെ ദിവസം ഒരു 3-4 മണിക്കൂറൊക്കെ ഇരിക്കും. അടുത്ത ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ബോറിംഗ് ആവും. ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ താന്നു വരും. അതിന് പകരം നിങ്ങൾ ആദ്യത്തെ ദിവസം പഠിക്കുന്ന 5 മിനിറ്റ് പഠിച്ചാൽ മതി, 5 മിനിറ്റ് പഠിച്ചാൽ മതി, വെച്ചിട്ട് പൊക്കോളൂ. നിങ്ങൾക്ക് പറ്റുമായിരിക്കും ചിലപ്പോൾ പിന്നെയും പഠിക്കാനായിട്ട്, വെച്ചിട്ട് പോകും. അടുത്ത ദിവസം 10 മിനിറ്റ് പഠിക്കുക, അതിൻ്റെ അടുത്ത ദിവസം 15 മിനിറ്റ് പഠിക്കുക. ഇൻക്രിമെൻ്റൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയും. നമ്മൾ പതുക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട്. അതേസമയം നമ്മൾ ആദ്യമേ തുടങ്ങുമ്പോഴേ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടുന്നും ഒക്കെ വായിച്ച്, ഒന്നാമത്തെ കാര്യം ഇൻഫർമേഷൻ അത്ര അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കോച്ചിങ് സെൻറ്റേഴ്സ് തന്നെ അത്ര അവൈലബിൾ ആണ്. എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിനും ബുക്സ് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, ബുക്സ് ഉണ്ട്. പിള്ളേരെന്ത് ചെയ്യും? അവിടുന്ന് ഒരു പുസ്തകം വായിക്കും, ഇവിടുന്ന് ഒരു പുസ്തകം വാങ്ങിക്കും, വേറൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു പുസ്തകം, എല്ലാ പുസ്തകവും വായിച്ച് അവിടെ വെച്ചേക്കും. ഒരു സബ്ജക്റ്റിനെ ആലോചിക്കണം. എന്നാൽ ഈ സിലബസ് കവർ ചെയ്യുമോ? ഇല്ല. അതിന് വേറെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? സിലബസ് പ്രമാണിച്ച് അല്ലെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് നിങ്ങൾ കവർ ചെയ്താൽ മതി. സിലബസ് കവർ ചെയ്യാന്നുള്ളതല്ല ഇവിടുത്തെ ഒബ്ജക്റ്റീവ്. അത് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ബാക്കി ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടേക്കാണ് നമുക്ക് ഈ മൈൻഡ് കൺട്രോൾ വേണ്ടത്. ഇവിടേക്കാണ് നമ്മൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. ഇപ്പം അഞ്ജലി പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചോളുക. സപ്പോസ് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുക. അഞ്ജലിയുടെ ഒരു കൂട്ടുകാരിയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരി വായിക്കുന്ന വേറൊരു ടെക്സ്റ്റ് ബുക്കാണ്, അഞ്ജലി വായിക്കുന്ന വേറൊരു ടെക്സ്റ്റ് ബുക്കാണ്. കൂട്ടുകാരി ആദ്യം നിന്നൊരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് പറഞ്ഞു, അഞ്ജലിക്ക് അത് ഇവിടെ എങ്ങും കിട്ടിയില്ല. എന്ത് ചെയ്യും? നമ്മുടെ മൈൻഡിലുള്ള ആ ബുക്ക് കൊള്ളാം അല്ലേ, എന്നിട്ട് അങ്ങോട്ട് പോകും. നമ്മൾ ഇവിടുത്തെ പകുതി ജേണി ആയതാണ്, നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് അവിടെ പോകുന്നത്. ഈ ഒരു ചാട്ടം ഉണ്ടല്ലോ, നമ്മൾ ഈ ജമ്പ് ചെയ്ത് പോകുന്നത്, ഇത് ആക്ച്വലി നമ്മുടെ കൺസിസ്റ്റൻസി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന് പകരമായിട്ട് ടേക്ക് എ ഫേം ഡിസിഷൻ. ഒരു ദിവസം ഇത്ര ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യും. അതിന് ചിലപ്പോൾ ഏത് ബുക്ക് വേണമെങ്കിൽ ഞാൻ ഉപയോഗിച്ചോട്ടെ, പക്ഷേ ഈ ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തിരിക്കും. ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക. എന്നിട്ട് എല്ലാ ദിവസവും ഇത്ര സമയം നിങ്ങൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഈ 8 മണിക്കൂറോ 10 മണിക്കൂറോ ഒന്നും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ടാർഗറ്റ്സ് വെക്കണ്ട. കാരണം നമ്മളൊരു ടാർഗറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മൾ പ്രഷർ ഇടുക ചെയ്യുന്നത്. നമ്മളോട് എല്ലാവരും പറഞ്ഞേക്കുന്നത് എന്താണ്? പ്രഷർ സിറ്റുവേഷനിൽ നമുക്ക് ഡിസിഷൻ എടുത്താൽ ശരിയാവുമോ തെറ്റാവുമോ? തെറ്റായിരിക്കും. ഇതല്ലേ എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ലേ. എന്നിട്ട് ഇവർ ആദ്യം ചെയ്യുന്നത് എന്താ? പിള്ളേരെ കൊണ്ടുവന്നൊരു പ്രഷർ കുക്കർ കൊണ്ടല്ലേ വെക്കുക, എന്നിട്ട് നിങ്ങളങ്ങ് പഠിച്ചോളാൻ പറയുകയാണ് അല്ലേ. നമ്മൾ ഈ റോക്കറ്റിന് തീ കൊടുക്കുന്ന പോലുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ പ്രഷറിനകത്ത് കൊണ്ട് ഇട്ടിട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട, നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ പിയർ ഗ്രൂപ്പ് സ്റ്റഡി ഈ ഒരു സിവിൽ സർവീസിൽ ആക്ച്വലി വർക്ക് ആവില്ലേ? ഏത് കാര്യത്തിലും, ഇതെൻ്റെ പേഴ്സണൽ ഇതാണ്, ഏത് കാര്യത്തിലും വർക്കാവുന്നൊരു കാര്യമാണ് പിയർ ഗ്രൂപ്പ് സ്റ്റഡി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈൻഡ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനും അഞ്ജലി, ഞാനെല്ലാം ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, ഞാനും അഞ്ജലിയും വേറൊരാളും കൂടെ ഒരേ ന്യൂസ് വായിക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളെല്ലാവരും പല റിസോഴ്സസ് ആയിരിക്കും ചിലപ്പോൾ ആക്സസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ 3 പേരും അവരുടേതായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? എനിക്ക് എൻ്റെ വ്യൂ പോയിൻ്റ് ഓൾറെഡി ഉണ്ട്. എനിക്ക് അഞ്ജലിയുടെ ഒരു പോളിഷ്ഡ് വ്യൂ പോയിൻ്റ് കിട്ടി, എനിക്ക് ആ വ്യക്തിയുടെ ഒരു നെഗറ്റീവ് വ്യൂ പോയിൻ്റ് കിട്ടി. അപ്പം എനിക്കൊരു അടുത്ത ഉത്തരവ് എഴുതുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ 2 സാധനം ഇൻകോർപ്പറേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് നല്ലൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ നല്ലൊരു ആൻസർ അവിടെ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതൊരു എക്സാമ്പിൾ. 2 പറയുന്നത് എല്ലാവർക്കും എല്ലാ ടോപ്പിക്സും സിമ്പിളായിരിക്കത്തില്ല. ഇപ്പം അഞ്ജലിക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും, എനിക്ക് ആ ടോപ്പിക്ക് എത്ര വായിച്ചാലും ചിലപ്പോൾ മനസ്സിലാവണമെന്നല്ല. അപ്പോൾ അഞ്ജലി എനിക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റും, മനസ്സിലായല്ലേ? കൃത്യമായിട്ടൊക്കെ ഇതിങ്ങനെ ഷിഫ്റ്റ് വരുത്തിയാൽ മതി, അല്ലെ ഈ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലേ. കാരണം അഞ്ജലിയുടെ ഒരു ലേണിംഗ് പാറ്റേൺ അഞ്ജലിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അഞ്ജലി എനിക്കത് പറഞ്ഞു തരുമ്പോൾ എനിക്കത് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. പിന്നെ ഈ സിവിൽ സർവീസ് എക്സാമിനേഷനകത്ത് മോട്ടിവേഷൻ ലെവൽ ഡൗൺ ആകും ചില സമയങ്ങളിൽ. അപ്പോൾ നിങ്ങളൊരു സർക്കിളിലാണുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സമയത്ത് ഡൗൺ ആവില്ല, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർ നിങ്ങളെങ്ങനെ
പൊക്കിക്കൊണ്ടുവരും. പിന്നെ ഈ പുള്ളി എപ്പോഴും ഡൗൺ ആകും, അപ്പോൾ നിങ്ങൾക്ക് ആ പുള്ളി പൊക്കിക്കൊണ്ടുവരാൻ പറ്റും. സോ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യും ഈ ഒരു പിയർ ഗ്രൂപ്പ് സ്റ്റഡിയും പിയർ ലേണിംഗും ഒക്കെ ആക്ട് ചെയ്യും. പിന്നെ നമ്മളെ തന്നെ നമുക്ക് എന്താ പറയുക ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ എവിടെ നിൽക്കുന്നു, എനിക്ക് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കാനാണ് നമ്മൾ ഈ സെൽഫ് ഹെൽപ്പ് അല്ല ഈ പിയർ ഗ്രൂപ്പ് സ്റ്റഡി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് തരാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിനേക്കാളും കൂടുതലായിട്ടൊരു മെൻറ്റർ അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ കൂടെ ആവശ്യമില്ലേ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാരണം ഈ സെൽഫ് സ്റ്റഡി വരുമ്പോഴാണ് ഒരു കോച്ചിങ് സെൻറ്റേഴ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരത്തില്ല. കാരണം ഓൾറെഡി അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ സെൽഫ് സ്റ്റഡി വരുമ്പോഴേക്കും നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, നമ്മളൊരു ആൻസർ എഴുതിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു എസ്സേ എഴുതിയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ എഴുതിയത് ശരിയാണോ, ഈസ് ദിസ് ദ കറക്റ്റ് വേ എന്ന് ഇവാലുവേറ്റ് തരാൻ ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത് അവിടെ നിൽക്കും. നമുക്ക് പിന്നെ ഡെവലപ്മെൻ്റ് ഇല്ല. കാരണം ഇതിനൊരു ഫീഡ്ബാക്ക് കിട്ടിയാലേ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ചില ആളുകൾ ചിലപ്പം എസ്സേ തുടങ്ങുന്ന രീതിക്ക് ചെറിയൊരു സ്ലൈഡ് ചേഞ്ച് വരുത്തിയാൽ തന്നെ, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു സ്ലൈഡ് ചേഞ്ച് വരുത്തിയാൽ തന്നെ ചിലപ്പം ആ ഒരു കോണ്ടൻറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് പറ്റും. ആളുകൾ നമ്മളിതെല്ലാവരും ഇപ്പോൾ ഒരു എക്സാമിനർ ആണല്ലോ അവിടെ ഇരിക്കുന്നത്. ഒരു എക്സാമിനർ വായിക്കുമ്പോഴത്തേന് അയാൾ പല ഘടകങ്ങൾ അയാളെ അഫക്റ്റ് ചെയ്യും, അല്ല അയാളെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യും ഈ സാധനം വായിക്കാൻ വേണ്ടിയിട്ട്. ഒരു മെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം പല കുട്ടികളിലൂടെ ഈ എക്സ്പീരിയൻസിലൂടെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും എന്താ പറയുന്നത് ആ ഒരു എക്സാമിനറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉത്തരം എഴുതിപ്പിക്കാനായിട്ട് അവർക്ക് എളുപ്പമായിരിക്കും. അപ്പം നിങ്ങൾ ഒരു ഉത്തരം എഴുതി കൊടുക്കുമ്പോഴേക്കും ഓക്കെ ഇതല്ല, ചെറിയ ചെറിയ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ ഇതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ ചോദിച്ച് എൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ്, നിങ്ങളുടെ നോളജിലൊന്നും അല്ല അവിടെ ചേഞ്ചസ് വരുത്തുന്നത്, നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ ശൈലിയിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. പിന്നെ ആ ശൈലിയിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പം പിന്നെ അത് നമ്മുടെ ഒരു നോർമൽ പാറ്റേൺ ആയിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ മെൻറ്റർ അത്യാവശ്യമാണ്. ഇപ്പോൾ എസ്സേ റൈറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിൽ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് കുഴപ്പമുണ്ടോ? കാരണം കേട്ടിട്ടുണ്ട് അതങ്ങനെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് വേണം, അപ്പോഴാണ് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അത് ശരിക്കും ഒരു മിത്താണ്. മിത്തല്ല എന്ന് ഞാൻ പറയാൻ കാര്യം വേറൊന്നുമില്ല, അത് എപ്പോഴും വർക്കാവണമെന്നില്ല. പക്ഷേ അഞ്ജലി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അഞ്ജലി ഒരു ടീച്ചറാണ്. അഞ്ജലിക്ക് ഒരു 50 കുട്ടികളുടെ ആൻസർ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല. ഈ കൂട്ടക്ഷരമെല്ലാം എഴുതി വെച്ചിട്ടേ എനിക്ക് ഓരോ വാക്കും വായിക്കാൻ ഞാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ അഞ്ജലി എഫേർട്ട് ഇട്ട് അത് വായിക്കേണ്ടി വരുന്നു. അഞ്ജലി ചെയ്യുമോ? ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് മാർക്ക് ചിലപ്പോൾ ഇട്ടങ്ങ് വിടും. ഇതാ എക്സാമിനർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു അര മാർക്കിൽ ഈ കുട്ടിയുടെ റാങ്ക് മാറാൻ പോകുന്നത് ചിലപ്പം 1000s റാങ്ക് മാറാൻ പോകുന്നത്. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് തന്നെ ലെജിബിളായിട്ട് എഴുതാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ എക്സാമിനറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വായിക്കുന്ന ഒരാൾക്ക് അല്ലെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് തലവേദന കൊടുക്കാതിരിക്കുക. അവർക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റണം. പ്രസൻറ്റ് ചെയ്യുക. ഒരുപാട് സാധനങ്ങൾ ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്ന പോലെ ചുമ്മാ അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുതി വെക്കാതെ ടു ദ പോയിൻ്റ് ആൻസറിലേക്ക് എഴുതാനായിട്ട് പറ്റുക. സോ അവിടെ ഈ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞാലും നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമുക്ക് ആർക്കും ഒരാൾക്ക് കൊണ്ട് ഇത്രയും സമയമൊന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ കുത്തിയിരുന്ന് ഓരോ സാധനങ്ങളും ഇരുന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ വർക്ക് കുറച്ചും കൂടെ നിങ്ങൾ ഈസി ആക്കി കൊടുക്കുക. നിങ്ങൾ അതിന് പറ്റും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. ലെജിബിൾ ആക്കാന്നേ ഉള്ളൂ. അല്ലാതെ വളരെ ഇപ്പോൾ പറഞ്ഞ ഇറ്റാലിക്സിലും ബോൾഡിലും ഒക്കെ പറഞ്ഞ പോലെ വളരെ വട്ടത്തിലൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലെജിബിൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? 1-2 പേരോട് നിങ്ങൾ ചോദിക്കുക, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒറ്റ ഗോയിൽ വായിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചോദിക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർമെൻറ്റ് വരുത്തുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ എസ്സേ റൈറ്റിങ്സിലൊക്കെ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ആയിട്ട് വരുന്നത് കേട്ടിട്ടുണ്ട്. അത് ഈവൻ പ്രിലിംസിൽ പോലും ടൈം മാനേജ്മെൻറ്റ് കുറച്ചൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും? അഗെയിൻ പ്രാക്ടീസാണ് അതിന് ഉത്തരം. കാരണം നമ്മൾ ഒരു 2 hours എക്സാമിനേഷൻ എഴുതി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ നടക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പിക്കായിരിക്കും, നമുക്ക് ഒത്തിരി പറയാൻ കാണും അതിനെ പറ്റിയിട്ട്. നമ്മളെന്ത് ചെയ്യും? ഒരുപാട് ഇരുന്ന് പറയും. 1 മണിക്കൂർ ഇരുന്ന് ഒരൊറ്റ ഉത്തരത്തെ പറ്റി പറയും. ബാക്കി 10 ഉത്തരം അവിടെ കിടപ്പുണ്ടാവും. എന്ത് പറ്റും? അടുത്ത 1 മണിക്കൂർ ചിലപ്പോൾ 3 ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. മാർക്ക് മുഴുവൻ പോയേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുതുന്നതിന് മുമ്പ് തന്നെ വളരെ ക്ലിയറായിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. 20 ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെങ്കിൽ ആ 20 ക്വസ്റ്റ്യന് ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് 10 മിനിറ്റ് അല്ല 7 മിനിറ്റാണ്. ആ 7 മിനിറ്റിൽ തീർത്തില്ലോ നിങ്ങളവിടെ പരിപാടി നിർത്തിയിരിക്കണം. ഇത് നടക്കണമെങ്കിലും പ്രാക്ടീസ് വേണം. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഈ പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ട് അത് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഡെഫിനറ്റായിട്ടും ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി CSAT കാര്യം എടുത്ത് ആദ്യമേ ചോദിച്ചില്ലേ. CSAT
കണക്കറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്ക് ക്വസ്റ്റ്യനുമായിട്ട് ചിലപ്പോൾ വേണം അരമണിക്കൂർ വേണമെങ്കിലും ഇരിക്കാം. അതേപോലെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനുമായിട്ടും ഇരിക്കാം. ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ ഇരുന്ന് കളയുന്ന സമയം ആക്ച്വലി അപ്പുറത്ത് ആളുകളുടെ മെയിൻ പ്രശ്നം ഇവരെന്താ വെച്ചാൽ ആദ്യം തന്നെ ചിലപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടു, ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ്, നമ്മളെ ഈഗോയൊക്കെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇട്ട് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് തീർത്തിട്ടേ നമ്മൾ അടുത്ത് പോത്തുള്ളൂ എന്ന് പറയും. അതിന് പകരം നിങ്ങൾ ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് അപ്പുറത്ത് കാണും. നമ്മളതെല്ലാം വിട്ടിട്ട് ഈ ആദ്യം ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും. ലാസ്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എഴുതാനുള്ള സമയം കിട്ടത്തില്ല. സോ അവിടെയൊക്കെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മിനിറ്റ് നോക്കുക, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവസാനം ടൈം ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ പ്രാക്ടീസിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ UPSC ടോപ്പേഴ്സിൻ്റെ ഒക്കെ ടോക്സ് കേൾക്കുകയാണെങ്കിൽ എല്ലാ ടോപ്പേഴ്സും അവരുടെ ഒരു ഓൺ സ്ട്രാറ്റജി ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഫോർ എ ബിഗിനർ? അപ്പം അത് നമുക്ക് ഇനീഷ്യലി ഒരു കാരണവശാലും നമുക്കൊരു സ്ട്രാറ്റജി പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഒരു കോണ്ടൻറ്റ് പഠിച്ച് തുടങ്ങിയതിന് ശേഷമേ ഒരു ലെവല് സിലബസൊക്കെ കവർ ആകുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, എനിക്ക് ഏതാണ് കുറച്ച് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, കുറച്ച് ഈസി ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണെന്നൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറേ സമയം കഴിയണം. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഹിസ്റ്ററി എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഹിസ്റ്ററിക്ക് ഞാൻ പഠിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഞാൻ ക്രൊണോളജിയിലെ മെയിൻ പോയിൻറ്റ്സ് മാത്രം എടുത്ത് പഠിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ബാക്കി ചെറിയ ചെറിയ ഈവൻറ്റ്സ് അതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ പോളിറ്റിയിലേക്ക് വരുമ്പോഴേക്കും പോളിറ്റി ഓരോരോ ആർട്ടിക്കിൾ പഠിക്കുന്നതിനേക്കാളും നല്ലത് ആദ്യം ഓവർവ്യൂ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുമല്ലോ, ഒരു പരുന്ത് മുകളിൽ നിന്ന് നോക്കുന്ന പോലെ ഒരു വ്യൂ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഇറ്റ് ഈസ് ഈസി, നിങ്ങൾക്ക് പെട്ടെന്ന് ഈ സാധനങ്ങൾ, കാരണം ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയിലേക്ക് കഥാപാത്രങ്ങളെ കയറ്റുന്നത് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ വന്നു കഴിഞ്ഞാൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ഓരോരോ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജി വേണം. കാരണം ഒരാൾക്കും വേറൊരാളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതിന് യൂണീക്കായിട്ട് തന്നെ അല്ലേ. അതുകൊണ്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കബിൾ ആകുന്നത്. അഞ്ജലി ചിലപ്പം രാവിലെ 3 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കുന്ന ആളായിരിക്കും. എന്നെക്കൊണ്ട് ഒരു കാരണവശാലും 3 മണിക്ക് എണീക്കാൻ പറ്റത്തില്ല. എൻ്റെ എൻ്റെയർ ബയോളജിക്കൽ സൈക്കിൾ ഞാൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് ലേറ്റ് നൈറ്റ് വേണം 3 മണി വരെ ഇരുന്ന് പഠിക്കാം. മനസ്സിലായോ? സോ അങ്ങനെ ഒരാളുടെ അടുത്ത് വന്നിട്ട് ഞാൻ നാളെ മുതൽ ഓക്കെ ഞാൻ അഞ്ജലിയെ ഫോളോ ചെയ്യാൻ പോവാണ്, ഞാൻ 3 മണിക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നു പറയുമ്പോൾ ഞാൻ ആക്ച്വലി അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സിലേക്ക് എന്നെ എടുത്തിടുകയാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും പക്ഷേ അഞ്ജലി പഠിച്ചിരുന്ന ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു അത് ഞാൻ ഈ രാത്രി വരെ പഠിക്കുന്നുണ്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ ദെൻ ദാറ്റ് ഈസ് യുവർ സ്ട്രാറ്റജി. അത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു സിവിൽ സർവീസിൻ്റെ മെയിൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻസിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് തന്നെ ഈ ഒരു കോംപ്രിഹെൻസീവായിട്ട് മെയിൻസിന് വേണ്ടി തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ആൻസർ റൈറ്റിങ്ങും ഇതിൻ്റെ കൂടെ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് പ്രിലിംസ് എഴുതി കഴിയുമ്പോഴേ നമുക്ക് ഒന്ന് ആൻസർ കീയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ ക്ലിയർ ചെയ്യുമല്ലോ എന്നുള്ള കാര്യം. അപ്പോഴായിരിക്കും മെയിൻസിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആദ്യത്തെ 1 വർഷം പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് തന്നെ കുറച്ച് സമയം ആൻസർ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാ കോച്ചിങ് സെൻറ്ററുകളിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അവർ ഈ പറഞ്ഞതുപോലെ ആൻസർ റൈറ്റിങ്ങിൻ്റെ പ്രാക്ടീസൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ പറഞ്ഞതുപോലെ പ്രിലിംസിന് തന്നെ വിടുന്നത്. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. അപ്പം എന്തായാലും രണ്ടിനും കൂടെ വേണം നമ്മളുടെ പ്രിപ്പറേഷൻ. അല്ലാതെ ഒന്നിനു വേണ്ടി സ്പെസിഫിക് ആയിട്ടൊരു പ്രിപ്പറേഷൻ ഇല്ല, രണ്ടിനും വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക. അവസാനം പ്രിലിംസിന് മുമ്പ് ഒരു 3 മാസം എക്സ്ക്ലൂസീവായിട്ട് പ്രിലിംസിന് വേണ്ടി നോക്കുക. പിന്നെ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം എക്സ്ക്ലൂസീവായിട്ട് മെയിൻസിന് നോക്കുക. ഇനി നമ്മൾ ഈ പ്രിലിംസും മെയിൻസൊക്കെ ഫെയിൽ ആകുന്ന ആൾക്കാരുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ ക്വിറ്റ് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവേണ്ടത്? നമ്മളൊരു ക്വിറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് എത്തിയോ, അല്ലെങ്കിൽ ഇനിയും നമുക്കൊരു ഒന്നുകൂടെ ഒന്ന് റീടേക്ക് ചെയ്യാമോ, ട്രൈ ചെയ്യാമോ? അതെങ്ങനെയായിരിക്കും സ്റ്റുഡൻസ്? ഇതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓരോരുത്തരുടെയും സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അവരെന്തുകൊണ്ട് ക്വിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എന്തുകൊണ്ട് ക്വിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അനലൈസ് ചെയ്യണം. പലപ്പോഴും ഞാൻ ഇപ്പോൾ പല കുട്ടികളോട് സംസാരിക്കുമ്പം അവർ മൾട്ടിപ്പിൾ ടൈംസിൽ ഫെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരോട് ചോദിക്കുമ്പം ചിലപ്പോൾ അവർ വരുത്തുന്ന ചില മിസ്റ്റേക്സ് ഉണ്ടാകും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷങ്ങളിലും അവർ അതേപോലെ തന്നെ വരുന്നുണ്ടാകും. അതിലൊരു മെയിൻ മിസ്റ്റേക്കാണ് നേരത്തെ പറഞ്ഞത്, പത്രം വായനയില്ലായ്മ.
പത്രം വായിക്കില്ല. അവരെന്ത് ചെയ്യും, കൂടുതൽ സമയം ജനറൽ സ്റ്റഡീസിൻ്റെ കണ്ടൻറ്റ്, ഇത് കോർ സ്റ്റാറ്റിക് സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഇവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പത്രം വായിക്കുന്നില്ല. പത്രത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇവർ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. കൂടുതലും UPSCയുടെ ക്വസ്റ്റ്യൻസ് അവർ പിക്ക് ചെയ്യുന്നത് ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് പുതിയൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്നിട്ടാണ് അവർ ചോദിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ലോ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറണ്ട് അഫെയറിനെ പറ്റി നല്ല ഗ്രാഹ്യമുള്ളവരായിരിക്കണം. പിന്നെ കറണ്ട് അഫെയറിൽ നിന്ന് ഡയറക്റ്റായിട്ടും ചോദ്യങ്ങൾ അവർ ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പത്രം വായിക്കാത്ത ഒരാൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റുമ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രത്തോളം പുറകെ പോകുമെന്നറിയോ? മനസ്സിലായില്ലേ? അപ്പം കാരണം അതേ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു 10,000 പേര് കൂടെ കാണും. അപ്പം ഉറപ്പായിട്ട് നിങ്ങളുടെ റാങ്ക് പുറകിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണ് അത് നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് അറിയത്തില്ല, ഞാൻ ഇത്രയും പഠിച്ചു എനിക്കൊന്നും പറ്റുന്നതൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാം എവിടെയാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ മിസ്റ്റേക്സ് വരുത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വർഷവും എഴുതുക. നിങ്ങളെ അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യാന്ന് പറയുമല്ലോ. നമ്മൾ പഠിച്ച കാര്യങ്ങളും പഠിച്ച രീതികളും ഒക്കെ മാറ്റി നമ്മൾ പിന്നെയും അടുത്തൊരു ചേഞ്ച് വരുത്താനായിട്ട് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പോവുക. എന്നാൽ നിങ്ങൾ അതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. ഇനി അല്ല നിങ്ങളുടെ സ്റ്റോറി, ഒരു പേഴ്സണൽ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ക്വിറ്റ് ചെയ്യാം. അതൊരു കംപ്ലീറ്റ്ലി ഒരു പേഴ്സണൽ ചോയ്സാണ്. ഓരോരുത്തരും ഓരോ സ്റ്റേജസിലായിരിക്കും. ചിലപ്പം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാവാം, ചിലപ്പം എന്തെങ്കിലും സൊസൈറ്റൽ പ്രഷറോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇഷ്യൂസോ ഒക്കെ കൊണ്ടാവാം ചിലപ്പോൾ അവർ നിർത്തുന്നത്. അപ്പം അത് ഓരോരുത്തരുടെയും എന്താ പറയുക പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ അക്കാഡമിക്കലി എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്സ് ആണ് നിങ്ങൾ വരുത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ട് ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറിട്ട് ചിന്തിച്ച് നോക്കുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കുക, വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സിൽ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് ഒന്നുകൂടെ എഴുതി നോക്കുക. ഇപ്പോൾ നമ്മളൊരു 3-4 ഇയേഴ്സ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ക്വിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് നമ്മളൊരു പ്ലാൻ ബി എടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്ലാൻ ബി എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ വളരെ കോൺഫിഡൻ്റായിട്ട് നമുക്ക് പറയുമ്പോൾ പറയാം വേണ്ട, പ്ലാൻ ബിയുടെ ആവശ്യമില്ല, നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം പോവുക എന്ന് പറയാം. പക്ഷേ നമ്മളുടെ ഒരു റിയാലിറ്റിയിൽ ഇത്രയും കുട്ടികൾ എഴുതുന്നതായതുകൊണ്ട് തന്നെ, ഇത്രയും ആളുകൾ എഴുതുന്നൊരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ബി ഉള്ളത്. ആ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാഷനേറ്റ് ഏരിയയിലുള്ള ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആവാം. അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിലേക്ക് പോകാൻ പറ്റും, ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പ്ലാൻ ബി ഉള്ളത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. പ്ലാൻ ബി മാൻഡേറ്ററി ആണോ എന്നുള്ള ചോദ്യത്തിന് ആക്ച്വലി പ്രസക്തിയില്ല. കാരണം അതും ആളുടെ ഒരു വിൽ പവർ അനുസരിച്ചിരിക്കും. ആ വ്യക്തി ഓക്കെയാണ്, എനിക്കിപ്പോൾ പ്ലാൻ ബിയുടെ ആവശ്യമില്ല, ഞാൻ ഇതുകൊണ്ടേ വരുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്തിരിക്കും. കാരണം നമ്മളെല്ലാവരും നമ്മളുടെ പ്രഷർ കാരണവും ഫാമിലി പ്രഷർ കാരണവും ഒക്കെ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നമുക്കൊരു ചാഞ്ചാട്ടം വരും, നമ്മൾക്ക് ഒന്ന് ഫ്രജൈലാകും. ആ ഫ്രജൈലാകുന്ന സമയത്താണ് നമ്മളുടെ റാങ്ക് പുറകിലേക്ക് പോകുന്നത്, നമ്മുടെ പ്രിപ്പറേഷൻ ലാഗിങ് ആകുന്നതൊക്കെ ആ ഒരു സമയത്താണ്. പക്ഷേ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഡോണ്ട് നീഡ് ബാക്കപ്പ് പ്ലാൻ. ഈ ബാക്കപ്പ് പ്ലാൻ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് KS, PSC പോലുള്ള എക്സാംസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷൻ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. കാരണം അത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള നോളജ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എക്സാമിനേഷൻസ് എല്ലാം. എസ്പെഷ്യലി നമ്മുടെ KS എക്സാം എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിൻ്റെ സിലബസുമായിട്ട് അത്രത്തോളം ക്ലോസ്ലി അലൈൻഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പം KS എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത പല കുട്ടികളും സിവിൽ സർവീസ് ആസ്പിരൻസ് ആണ്. അവരെല്ലാവരും ട്രെയിനിങ് എടുത്തിട്ടുള്ളവരാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള കുട്ടികൾ KSലും റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു, സിവിൽ സർവീസിലും റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പം ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം ക്ലിയർ ചെയ്തത് ഈ പറഞ്ഞതുപോലെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് എക്സാംസും എഴുതാം. ജനറൽ നോളജ് ആപ്ലിക്കബിളായിട്ട് വരുന്ന ഏതൊരു എക്സാമും നിങ്ങൾക്ക് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എഴുതാനായിട്ട് പറ്റും. കാരണം നമ്മൾ അത്രത്തോളം ഇൻഫർമേഷൻ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷന് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എക്സാമിനേഷൻസിന് അത് യൂസ്ഫുൾ ആയിരിക്കും. SSC ആയിക്കോട്ടെ, അതേപോലെ CGL ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബാങ്ക് എക്സാംസ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഈ ജനറൽ നോളജ് ആപ്ലിക്കബിളായിട്ട് വരുന്ന ഏരിയാസിലൊക്കെ നിങ്ങളിത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സിവിൽ സർവീസിൻ്റെ നമ്മൾ മെയിൻസ് ഏകദേശം പറഞ്ഞു, പ്രിലിംസ് പറഞ്ഞു. മെയിൻസിൽ തന്നെയുള്ളൊരിതാണ് ഓപ്ഷണൽസ്. അത് ഏത് ചൂസ് ചെയ്യുമെന്ന് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷണൽസ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കേണ്ടത്? ഓപ്ഷണൽസിൻ്റെ ഫസ്റ്റ് പോയിന്റ്, ഇപ്പോൾ ഇതിനകത്തൊരു മിത്തുണ്ട്, ഇതിനകത്ത് കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ഓപ്ഷണലിൻ്റെ ചൂസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ പറയും വളരെ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ സ്കോറിംഗ് സബ്ജക്റ്റ് ചൂസ് ചെയ്താൽ മതി, സിലബസ് കുറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും അല്ല. ആക്ച്വലി സ്പീക്കിംഗ്, നിങ്ങളുടെ പാഷനേറ്റ് ആണോ, നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ മടുക്കുന്നില്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും.
അപ്പം അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ടൈമിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ടൈമിലും എംഫിൽ ടൈമിലും ഒക്കെ ഞാൻ ചെയ്തു വന്നിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ആണ്. പക്ഷേ എനിക്ക് ഓപ്ഷണലായിട്ട് എടുക്കാൻ പൊളിറ്റിക്കൽ സയൻസ് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. കാരണം പ്രിപ്പയർ ചെയ്യാൻ വരുന്നിരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കൂടുതൽ ഇൻക്ലിനേഷൻ ഹിസ്റ്ററിയോടാണ്. ഓക്കെ, ഐ ക്യാൻ ചൂസ് ഹിസ്റ്ററി. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ സിവിൽ എഞ്ചിനീയർ എടുക്കണമെന്ന് എഞ്ചിനീയറിംഗ് ഇതായിട്ട് എടുക്കണമെന്നേ ഇല്ല. അവരിപ്പോൾ ജോഗ്രഫി ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ സൈക്കോളജി ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ അതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവർക്ക് ആ ഒരു പാഷനുണ്ടോ, അത് മനസ്സിലാക്കാൻ, ആ സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ ഒരു പാഷനുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ തന്നെ അതൊന്ന് ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. രണ്ട്, ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ എത്രത്തോളം ഈ ഒരു സബ്ജക്റ്റ് കോൺഫിഡൻ്റ് ആണെന്ന്. അപ്പം ഓപ്ഷൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് പറ്റും. സോ അങ്ങനെ പല ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് തന്നെ, മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ സബ്ജക്റ്റ് എനിക്ക് ആപ്റ്റ് ആണോ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു വന്ന സബ്ജക്റ്റ് അതായിരിക്കാം, പക്ഷേ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം നമ്മുടെ പ്രശ്നം എന്താ, ഞാൻ പഠിച്ചതാണ്, ഇപ്പോൾ നമ്മുടെ ഈഗോ സമ്മതിക്കത്തില്ല ഞാൻ വേറൊരു സബ്ജക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഈഗോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, അതിനകത്ത് നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ചൂസ് ദാറ്റ് സബ്ജക്റ്റ്. ഇപ്പം ഒരു സബ്ജക്റ്റ് സ്കോറിങ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടോപ്പേഴ്സ് എല്ലാവരും ഈ സബ്ജക്റ്റ് എടുത്തിരിക്കണം, ആ സബ്ജക്റ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ വരാൻ പാടുള്ളൂ. നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ഫസ്റ്റ് അതായത് കഴിഞ്ഞ 10 വർഷത്തെ നമ്മുടെ 1ാം റാങ്ക് കിട്ടിയിട്ടുള്ള ആളുകൾ എടുത്ത് നോക്കിക്കോ, എല്ലാവരും മൾട്ടിപ്പിൾ സബ്ജക്ട്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. വേറെ സബ്ജക്ട്സുകളാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു തിയറി ആപ്ലിക്കബിൾ ആകുന്നത്? അതായത് ഒരു സ്കോറിങ് സബ്ജക്റ്റ് എടുത്താൽ മാത്രമേ ക്ലിയർ ആവുന്നുള്ളത്. അങ്ങനെയല്ല, പാഷനേറ്റായിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് വൈസായിട്ട് ചൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടിത്തരാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഈ പറഞ്ഞതുപോലെ ഓപ്ഷണലിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം മെയിൻസിൽ തന്നെ ബാക്കിയുള്ള പേപ്പേഴ്സിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും ഈ ഒരു മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് വൈസായിട്ട് തന്നെ നിങ്ങൾ ഓപ്ഷണൽസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഓപ്ഷണൽസ് ചൂസ് ചെയ്യുമ്പോൾ അതും നമ്മൾ കറണ്ട് അഫെയേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇൻ്റർവ്യൂവിൽ വരുമ്പോഴും ഈ ഒരു ഓപ്ഷണൽസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ട്. ഇൻ്റർവ്യൂ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, നമുക്കൊരിക്കലും ഇങ്ങനെ ആയിരിക്കാം അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മോസ്റ്റ്ലി നമ്മൾ ഫില്ല് ചെയ്ത് വിടുന്ന നമ്മുടെ ഒരു ഫോമുണ്ട്, ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഫോമുണ്ട്. അപ്പോൾ ആ ഫോമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ അവർക്ക് അതിൽ നിന്ന് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. മനസ്സിലായില്ല? അതൊന്ന്. നമ്മൾ ജനറൽ സ്റ്റഡീസ് സബ്ജക്ട്സിനകത്ത് വരുന്ന വേറെ സബ്ജക്ട്സുകളുണ്ട്. അതായത് ഹിസ്റ്ററി എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസിൽ വരുന്നതാണ്, ജോഗ്രഫി ജനറൽ സ്റ്റഡീസിൽ വരുന്നതാണ്, പോളിറ്റി ജനറൽ സ്റ്റഡീസ് വരുന്നതാണ്, എക്കണോമിക്സ് ജനറൽ സ്റ്റഡീസ് വരുന്നതാണ്, എൻവയോൺമെൻറ്റ് ജനറൽ സ്റ്റഡീസ് വരുന്നതാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെയൊക്കെ ചിലപ്പോൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ എക്കണോമിക്സ് നമ്മളവിടെ ഓപ്ഷണലായിട്ട് എടുത്തെന്ന് വിചാരിച്ചോ, നമുക്ക് ചിലപ്പം ഇവിടുത്തെ എന്താ പറയുക, ഈ ജനറൽ സ്റ്റഡീസിൽ തന്നിട്ടുള്ള എക്കണോമിക്സിൻ്റെ കുറേ പോർഷൻസും അവിടെ കവറായി പോകുമായിരിക്കും. അപ്പോൾ നമ്മൾ 2 പഠനം നടത്തേണ്ട ആവശ്യമില്ല. അതേപോലെ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളായിട്ട് അവിടെയും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പഠനം നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഓവർലാപ്പ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കുറേ സമയം നമ്മുടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്രൈറ്റീരിയ നിങ്ങൾ ആ സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾ റെഡി ആണോ എന്നുള്ളത്, നിങ്ങൾ പാഷനേറ്റ് ആണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ. അപ്പോൾ ഇനിയും ഇത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുമോ എന്നുള്ളത്, ഒബ്വിയസ്ലി അതിനകത്ത് കറണ്ട് അഫെയർ എന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. കാരണം നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിനനുസരിച്ചിട്ട് അതുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് ചോദിക്കാവുന്നതാണ്. പക്ഷേ കറണ്ട് അഫെയർ നമ്മൾ എന്തായാലും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നോക്കുന്നതായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കറണ്ട് അഫെയർ നമുക്കറിയാമല്ലോ, നമ്മൾ എല്ലാ ദിവസവും പത്രം വായിക്കുന്നുണ്ട്, നോട്ട്സ് മേക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് വലിയൊരു എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരത്തില്ല. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്തു, കറണ്ട് അഫെയർസ് പ്രിപ്പയർ ചെയ്തു, പക്ഷേ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ആ എക്സാം ടൈമിൽ നമ്മളിതെങ്ങനെ ഇത്രയും ഒരു 1 ഇയറിൽ നമ്മൾ റീഡ് ചെയ്ത് പോയെങ്കിൽ അതൊന്നും ഓർത്തിരിക്കുന്നില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു റിവിഷൻ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും? അപ്പം അതിന് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു വർഷമാണ് നമ്മളൊരു ടൈം എടുത്തേക്കെന്ന് വിചാരിച്ചു പ്രിപ്പറേഷന്. ഈ 1 വർഷം കൊണ്ടേ ഞാൻ സിലബസ് കവർ ചെയ്യൂ എന്നുള്ളൊരു വാശി നമ്മൾ പിടിക്കരുത്. അതിന് പകരം നിങ്ങൾ 6 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യുക, ബാക്കി 6 മാസം നിങ്ങൾക്ക് റിവിഷൻ എടുക്കാം. അപ്പം എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, നിങ്ങൾ തന്നെ വളരെ കോൺഷ്യസ് എഫേർട്ട് ഇട്ട് നിങ്ങൾ ചെയ്യുന്ന റിവിഷനുണ്ട് അല്ലേ. ഇനി വേറൊരു റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളാണ്.
നമ്മൾ പല അക്കാഡമീസിൽ നിന്ന് നമുക്ക് മോക്ക് ടെസ്റ്റിൻ്റെ ഇത് കിട്ടുമല്ലോ. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ റിവിഷൻ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പിന്നെയും കടന്നു പോവുകയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ റിവിഷൻ. അത് കൂടാതെ തന്നെ നമ്മളും ആ സബ്ജക്റ്റിന് ഒരു റിവിഷൻ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ റിവിഷൻ പ്രോപ്പർ ആയിരിക്കണം. അതിന് ഏറ്റവും നല്ലത് പ്രാക്ടീസാണ്. പറഞ്ഞതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ദെൻ റിവിഷൻ വിൽ ബി പ്രോപ്പർ. മിനിമം എത്ര ടൈംസ് ഓഫ് റിവിഷൻ? അങ്ങനെയില്ല. സോ മിനിമം ഒരു വട്ടമെങ്കിലും റിവൈസ് ചെയ്തിരിക്കണം. ഒരു വട്ടമെങ്കിലും മിനിമം. കാരണം ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചിരിക്കണം, പിന്നെ ഒരു വട്ടമെങ്കിലും നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം. അപ്പം ഈ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. നമ്മൾ വളരെ സ്പെസിഫിക് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ സ്പെസിഫിക് നോട്ട്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ എഴുതുമ്പോഴേക്കും നമ്മൾ ചില ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ആ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച രീതിയൊക്കെ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരും. ഒരു ബോർഡിൽ എങ്ങനെയാണ് എഴുതിയത്, അപ്പോൾ പറഞ്ഞൊരു ജോക്ക് എന്തായിരുന്നു, അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് റിമൈൻഡ് ചെയ്യും നമ്മളല്ലേ. അപ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് ഉത്തരത്തിലേക്ക് വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഷോർട്ട് നോട്ട്സിലൂടെ പോകുമ്പോൾ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ പോകും. നമുക്ക് ഹെൽപ്ഫുൾ ആവും. അഥവാ പോയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഷോർട്ട് നോട്ടോടെ വെച്ചിട്ട് ആ കോണ്ടന്റ് ഒന്ന് പോയി നോക്കുക, ഒന്ന് റീവിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡെഫിനറ്റായിട്ടും റിവൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എത്ര വട്ടം റിവൈസ് ചെയ്താലും ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. പക്ഷേ റിവിഷൻ മാത്രമായി പോകരുത്, ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് ബിക്കോസ് അതും ഒരു റിവിഷനാണ്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കാണണ്ട, അതും ഒരു റിവിഷനാണ്. റിവിഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് വേണം. അപ്പോൾ ഈ ഒരു നോട്ട്സ് മേക്കിംഗ് സ്ട്രാറ്റജി അതെങ്ങനെയായിരിക്കണം? അപ്പം അത് പോളിഷ്ഡായിട്ട് വരുന്നൊരു സ്റ്റേജാണ്. നമുക്ക് ആദ്യം ചിലപ്പം ആ ഒരു നോട്ടിനെ കറക്റ്റായിട്ട് നമുക്ക് കൺസൈസ് ചെയ്ത് എഴുതാൻ പറ്റണമെന്നില്ല, പ്രിസൈസായിട്ട് എഴുതാൻ പറ്റണമെന്നില്ല. ആദ്യമൊക്കെ നമ്മൾ എഴുതുന്നതൊക്കെ വലുതായി പോവുക. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഈ സാധനത്തിൽ ഒരു മാസ്റ്ററായിട്ട് മാറും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് കറണ്ട് അഫെയർ ആകുമ്പോഴേക്കും എല്ലാ ദിവസവും ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഓരോ ദിവസം വായിക്കുമ്പോഴും നമുക്ക് ഒരു സ്റ്റോറി കിട്ടും. ആ സ്റ്റോറി ഒരു വൺ ലൈനറായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ സിനിമ ആസ്വദിക്കുന്ന ഒരാളാണോ, ഇപ്പോൾ സിനിമയുടെ ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി മേക്കിങ്ങും അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ മിക്കവാറും ഡയറക്ടേഴ്സും തിരക്കഥാകൃത്തുകളൊക്കെ പറയാറുണ്ട്, ഞാൻ ആക്ടറിൻ്റെ അടുത്തൊരു വൺ ലൈനർ പറഞ്ഞു. എന്നുവെച്ചാൽ അവർക്ക് എങ്ങനെയാണ് ഒരു വൺ ലൈനർ പറയാൻ പറ്റുന്നത്? നമ്മളൊരു 2.5 മണിക്കൂർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന, ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു സിനിമ അവരെങ്ങനെയാണ് ആ വൺ ലൈനർ പറയുന്നത്? കാരണം അവരതിനകത്ത് മാസ്റ്ററായി, അവർക്ക് അതിൻ്റെ എസൻസ് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണ്? അവർ പലവട്ടം ആ സാധനത്തിലൂടെ കടന്നുപോയി ആണത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സാധനം അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കേവലം വളരെ ചെറിയൊരു ന്യൂസിനെ നമുക്ക് പറഞ്ഞതുപോലെ വൺ ലൈനേഴ്സും അതേപോലെ തന്നെ പ്രിസൈസ് ആക്കുന്നത് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ അതിന് വായന അത്രയും വേണം. നമ്മൾ ഓരോ പ്രാവശ്യം അത് വായിക്കുമ്പോഴാണ് ഇതിനെ കൂടുതൽ നമുക്ക് കൺസൈസ് ആക്കാനായിട്ട് പറ്റുന്നത്. കൺസൈസ് നോട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെല്ലാം പഠിച്ചതിന് ശേഷം റിവിഷൻ സമയത്ത് നമുക്ക് എല്ലാം കൊടുത്ത് നോക്കാൻ പറ്റില്ല. വലിയ നോട്ട്സ് എഴുതി വെച്ചാലുള്ള പ്രശ്നം അതാണ്. 4-5 ബുക്കിലായി പോകും നോട്ട്സ്. പക്ഷേ കൺസൈസ് നോട്ടാണെങ്കിൽ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഓക്കെ ആ ഒരു പാരഗ്രാഫ് നമുക്ക് ഓർമ്മ വരും. അതിനാണ് ഈ ഒരു സ്പെസിഫിക് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. സോ അത് ഗ്രാജുവലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ അവരിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്, പക്ഷെ അവർക്ക് ഇനിയും ടൈം ഉണ്ട്, എക്സാം എഴുതണമെങ്കിൽ ഡിഗ്രി ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈമിലെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? ഫൗണ്ടേഷൻ ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ സ്കൂൾ ലെവൽസ് തൊട്ട് തന്നെ പത്രം വായിക്കാൻ ശ്രമിക്കുക. അപ്പം പത്രം വായിക്കാൻ ഇത് ഞാൻ പറയാൻ പോകുന്നത് സ്കൂൾ ലെവൽസിൽ മാത്രമല്ല, എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. പത്രം വായിക്കാത്ത ആൾക്കാർക്ക് എല്ലാം ആപ്ലിക്കബിളാണ്. ആദ്യത്തെ ദിവസം ഒരു കാരണവശാലും നിങ്ങൾ ഒരു ദിവസത്തെ പത്രം മുഴുവൻ വായിക്കരുത്. ആദ്യത്തെ ദിവസം നിങ്ങൾ ആ പത്രം കൈ കൊണ്ടങ്ങ് എടുത്താൽ മതി, ജസ്റ്റ് ആ പത്രമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ. അടുത്ത ദിവസം പത്രത്തിൻ്റെ ടൈറ്റിൽ മാത്രം വായിക്കുക. അതിൻ്റെ അടുത്ത ദിവസവും പത്രത്തിൻ്റെ ടൈറ്റിൽ മാത്രം വായിക്കുക. അതിൻ്റെ അടുത്ത ദിവസം പത്രത്തിൻ്റെ ടൈറ്റിലും ഒരു ന്യൂസും വായിക്കുക. ഇതൊരു നമ്മളതുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പം നമുക്കില്ലാത്തൊരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മളെ ബ്രെയിനെ വയർ ചെയ്യുക. ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ബ്രെയിൻ വയറിംഗ് എന്ന് പറയും. അപ്പം നമ്മൾ ആ ഒരു ന്യൂറൽ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ ദിവസവും പത്രവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു മാസം കഴിയുമ്പോഴേക്കും നമുക്ക് പത്രത്തിൽ ന്യൂസ് വായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് തന്നെ ആ ഹാബിറ്റ് നിങ്ങൾക്ക് ഈ സ്കൂൾ ലെവൽസ് തൊട്ട് തുടങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അത് പതുക്കെ നിങ്ങൾക്ക് ആ ഒരു സാധനം ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോൾ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, ഇപ്പോൾ നമ്മളുടെ പേരൻസ് ആയാലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ കുട്ടികളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവരുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നിങ്ങൾ തലേന്നങ്ങ് മാറ്റുക. നിങ്ങൾ ആ മാർക്ക് അങ്ങോട്ട് കളഞ്ഞിട്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അത് നോക്കുമ്പോഴാണ്
അല്ല അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ NCERT ഒരു ഫൗണ്ടേഷനായിട്ട് മാറുന്നത്. പിന്നെ NCERT പഠിക്കുന്ന പല കാര്യങ്ങളും പത്രത്തിൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം NCERT കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയൊക്കെ പറയും. എല്ലാ ദിവസവും ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ നമ്മളുടെ പത്രത്തിൽ കാണും. സോ അത് കുട്ടിക്ക് വായിക്കുമ്പോൾ പിന്നെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ സ്ലോ ആയിട്ടുള്ള ചെറിയ കണക്ഷൻസ്, അതൊന്നും പഠനമല്ല, ഇതൊരു പ്രാക്ടീസ് പോലെ സ്ലോ ആയിട്ടുള്ള ചെറിയ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് കുറേ വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ അതിനകത്തൊരു മാസ്റ്റർ ആവും. പിന്നെ ഈസിയാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, വളരെ ഈസി ആയിരിക്കും. കാരണം കുഞ്ഞിലേ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ശീലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമായിരിക്കും പിന്നെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാനായിട്ട്, അല്ലേ? അതേപോലെ ചെറിയ ശീലങ്ങൾ, സിവിൽ സർവീസിന് ഉതകുന്ന രീതിയിലുള്ള ചെറിയ ശീലങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇനി ഞാൻ ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, സിവിൽ സർവീസ് ട്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കേണ്ട സ്റ്റെപ്സ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? അപ്പം ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസിഷൻ എടുത്തു, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിസിഷൻ എടുത്തു. ഫസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഈ ഫൗണ്ടേഷൻ എലമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ ആദ്യം ചെയ്യേണ്ടത് സിലബസ് എടുക്കുക. കാരണം ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്തിനെ പറ്റിയാണ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം മനസ്സിലാക്കുക. സിലബസ് എടുത്ത് അത് ആദ്യം തന്നെ പ്രിൻ്റ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ എഴുതുക എന്നുള്ളതാണ്. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളത് എഴുതി ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. ഈ എഴുതുന്ന ഒരു പഠനമാണ് ആക്ച്വലി. അപ്പോൾ എഴുതി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു എഫേർട്ടാണ്. എല്ലാ ദിവസവും നമുക്കത് വായിക്കാനായിട്ട് പറ്റുക, അതൊരു പ്രാക്ടീസാക്കി മാറ്റുക. 2 NCERT വായിച്ചു തുടങ്ങുക. NCERT ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കി എവിടേക്കാണ് ഈ സാധനങ്ങൾ റിപ്പീറ്റായിട്ട് വരുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം, അതായത് ഈ സിലബസിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി NCERT വായിക്കുക, പത്രം പതുക്കെ വായിച്ചു തുടങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, എനിക്ക് ആം ഐ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്നുള്ള ചോദ്യം നമുക്ക് വരും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം വേണമെങ്കിൽ നമുക്കവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ദെൻ യു ക്യാൻ ആക്ച്വലി ടേക്ക് യുവർ പ്രിപ്പറേഷൻ ഫോർവേഡ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യണം. ഇന്നും നാളെയും ചെയ്തു പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യും, അതല്ല കൺസിസ്റ്റൻസി. എല്ലാ ദിവസവും യു ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും കുറച്ച് സമയങ്ങൾ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റണം. പ്രത്യേകിച്ച് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ദെൻ യു ഡോണ്ട് ഹാവ് മച്ച് ടൈം, അല്ലെങ്കിൽ കാരണം നിങ്ങളുടെ കൂടെ പഠിച്ച പല കുട്ടികളും ചിലർ ജോബിന് കയറും, അല്ലേ? അവരൊക്കെ സെറ്റിൽ ആകാനായിട്ട് തുടങ്ങും. ഇത് നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി തരുന്നത് വേറൊന്നുമല്ല, നമുക്ക് അവരോട് അസൂയ ഉള്ളതുകൊണ്ടൊന്നും അല്ല ഇത് പ്രശ്നം വരുന്നത്. ഈ പുറത്ത് നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളെ അവരെത്രയായല്ലേ, നീ എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മളിലൊരു ഇൻസെക്യൂരിറ്റിയൊക്കെ ഉണ്ടാക്കും. അപ്പം കാരണം ഇതൊരു ടഫ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിയാൻ നോക്കി നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗ്രാജുവേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ, കാരണം പഠിക്കേണ്ട സമയം നിങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ വരത്തില്ല. നിങ്ങൾ എന്തിനാണ് വിട്ടേക്കുന്നത്? കോളേജിൽ പഠിക്കാനാണ് വിട്ടേക്കുന്നത്, സ്കൂളിൽ എന്തിനാണ് വിട്ടേക്കുന്നത്? പഠിക്കാനാണ് വിട്ടേക്കുന്നത്. ആ സമയം യൂട്ടിലൈസ് ചെയ്തോ പഠിക്കാനായിട്ട്. അപ്പം കൃത്യമായിട്ട് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പോയിൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ ഗ്രാജുവേഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു ഡിഗ്രിയുടെ കൂടെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുറച്ചുകൂടെ നമുക്ക് ടൈമും കിട്ടും, പിന്നെ ആ ഒരു പ്രഷറും വരില്ല. അപ്പോൾ ആ ഡിഗ്രിയുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു കോച്ചിങ് എടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവരൊരു സെൽഫ് സ്റ്റഡി ആയിരിക്കും ഇപ്പോഴും ആപ്റ്റ്? ഉറപ്പായിട്ടും കോച്ചിങ് എടുക്കാൻ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾക്ക് തന്നെ IPMIS അക്കാഡമിയിൽ തന്നെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തേക്കുന്നത്, അതായത് മെജോറിറ്റി കുട്ടികളും ജോയിൻ ചെയ്തേക്കുന്നത് ഗ്രാജുവേഷനോട് കൂടെയാണ്. കാരണം ദാറ്റ്സ് എ പെർഫെക്റ്റ് ടൈം. കാരണം അവരുടെ പ്ലാനുകൾ അവർക്ക് ചെയ്യാനും, കാരണം ലേണിംഗ് ടൈമാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈമാണത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം, നിങ്ങളുടെ അപ്രോച്ചസിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. പക്ഷേ ഒരു വർഷം നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡെഡിക്കേറ്റഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടാണ്. പലപ്പോഴും ചേഞ്ചസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റുക, സ്ട്രാറ്റജീസ് മാറ്റുക എന്നൊക്കെ പറഞ്ഞ് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ പാഷനേറ്റ് ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോബാണ് നോക്കുന്നുണ്ടെങ്കിൽ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ ചെയ്യുക. കാരണം ദാറ്റ് വിൽ മേക്ക് യുവർ ജേർണി ഈസിയർ. അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഡിഗ്രിയുടെ കൂടെ നമ്മൾ കോച്ചിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ ഡിഗ്രിയുടെ ക്ലാസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും മാനേജ് ചെയ്യാൻ പറ്റും. കാരണം എക്സാമ്പിൾ ഞാൻ പറയാൻ കാര്യം, നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇതിനെ അഡ്വാൻസ് ഇതായിട്ട് കാണരുത്. അപ്പോൾ നിങ്ങൾ
ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇതിനകത്തൊരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു 6 മാസത്തേക്ക് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ബാച്ചിന് കൊടുക്കുന്നുണ്ട്. ഈ 6 മാസത്തെ സ്റ്റഡി പ്ലാൻ ആസ് എ ഡിഗ്രി സ്റ്റുഡൻറ്റ് നിങ്ങളൊരു 1.5 വർഷത്തെ സ്റ്റഡി പ്ലാനായിട്ട് മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച പഠിക്കാൻ തന്നിട്ടുള്ള സാധനം നിങ്ങൾ 1 മാസം കൊണ്ട് പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ അത്രയും ടൈം എന്താ പറയുക, നിങ്ങൾ പ്രഷർ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. 1 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി, റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചെടുത്താൽ മതി. 1.5 വർഷം കൊണ്ട് പഠിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് 3 വർഷം ഡിഗ്രി ടൈമുണ്ട്, അല്ലെങ്കിൽ 4 വർഷം ഡിഗ്രി ടൈമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമല്ലേ എക്സാം എഴുതുന്നുള്ളൂ. സോ യു ഹാവ് ഇനഫ് ടൈം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ അതിനൊരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും പ്രഷറൈസ് ചെയ്യാൻ നിൽക്കരുത്. പ്രഷറൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെയും ഒന്നും ആകാൻ പറ്റില്ല, അപ്പുറത്ത് അക്കാഡമിക്സിലും പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ടൈം ഒരു ദിവസം 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും നിങ്ങൾ അതിനൊരു ടൈം കണ്ടെത്തേണ്ടതായിട്ടില്ല. പിന്നെ നേരത്തെ ചോദിച്ച പോലെ നമ്മൾ എടുത്തേക്കുന്ന ഡിഗ്രി നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന എന്തെങ്കിലുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും, ഇതൊക്കെ എവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും? സിവിൽ സർവീസ് എക്സാമിനേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഡിഗ്രി നന്നായിട്ടങ്ങ് പഠിക്കുക, പ്രോപ്പറായിട്ടങ്ങ് പഠിക്കുക. കാരണം ഇത് നിങ്ങളെ എവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ബോധം വേണം. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ദെൻ എല്ലാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടായി മാറും. സിവിൽ സർവീസിന് വേണ്ടിയിട്ടാവും നിങ്ങളുടെ ഫുൾ ജേർണി. സോ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഗ്രാജുവേഷൻ ടൈം വരെ ഇങ്ങനൊരു സിവിൽ സർവീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എയിം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വർക്ക് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ വരികയാണോ, ഒരു IAS ആയിക്കൊള്ളാം, IPS ആയിക്കൊള്ളാം, അങ്ങനെയുള്ള ഒരാളപ്പോൾ എന്ത് ചെയ്യേണ്ട വരും? ഇപ്പോൾ ഒരു ജോബ് ക്വിറ്റ് ചെയ്ത് ഫുൾ ടൈം അതിലേക്ക് പ്രിപ്പറേഷൻ പോവാണോ, അത് ആ ഒരു ജോബിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റുമോ? ജോബിൻ്റെ കൂടെ കൊണ്ടുപോകുക. കാരണം നമ്മളെല്ലാവരും ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകളല്ല. ചിലർ ഹൈലി സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. നമുക്ക് പെട്ടെന്നൊരു ജോബ് ഇട്ട് വരാൻ പറ്റില്ല. നിങ്ങൾ ആ ജോബിൻ്റെ കൂടെ നിങ്ങൾ ആദ്യം ടൈം അലൈൻ ചെയ്ത് കൊണ്ടുവരിക. അപ്പോഴും അലൈൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലോ ആയിട്ട് ആദ്യ ദിവസം 15 മിനിറ്റ്, ഒരു ദിവസം 15 മിനിറ്റ്, അതിൻ്റെ അടുത്ത ദിവസം 20 മിനിറ്റ്, അതിൻ്റെ അടുത്ത ദിവസം 25 മിനിറ്റ്, അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ടൈം കൂട്ടി കൊണ്ടുവരിക. 15 മിനിറ്റും വേണ്ട, ആദ്യ ദിവസം 5 മിനിറ്റ് ചെയ്താൽ മതി. വേറൊന്നിനും അല്ല. നമ്മൾ ആദ്യ ദിവസം ചിലപ്പോൾ 3 മണിക്കൂർ ഇരുന്ന് വരും, പക്ഷെ അന്ന് നമുക്കൊരു ബേർഡൻ ആയിരിക്കും അത്. കാരണം നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം പെട്ടെന്നൊരു ദിവസം ചെയ്യാൻ ശ്രമിച്ചതാണ്. നമ്മൾ ഒരുപാട് പ്രഷറൈസ് ചെയ്ത് ചെയ്യേണ്ടി വരും. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫെഡപ്പ് ആവും, നമ്മളതവിടെ നിർത്തിയിട്ട് പോകും. അതിനേക്കാളും നല്ലത് നിങ്ങൾ സ്ലോ ആയിട്ട് നിങ്ങളെ ഈ ഒരു ജേർണിയിലേക്ക് കൊണ്ടുവരിക. അപ്പം ജോലിയോട് കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് 8 മണിക്കൂറായിരിക്കും മോസ്റ്റ്ലി ജോലി. ഇപ്പോൾ പലപ്പോഴും പല സിറ്റുവേഷൻസ് വെച്ചിട്ടും ചിലപ്പോൾ നമ്മൾ ഹൈലി ഇൻവോൾവ് ആയതുകൊണ്ട് ചിലപ്പോൾ 10 മണിക്കൂറൊക്കെ ജോലിക്ക് പോയേക്കാം. പക്ഷെ അപ്പോഴും 10 മണിക്കൂർ ജോലി ചെയ്യുമ്പോഴും നമ്മൾ 10 മണിക്കൂർ ജോലിയിലല്ല. നമുക്ക് പലപ്പോഴും ബ്രേക്ക് ടൈംസ് ഒക്കെ കിട്ടും. പിന്നെ ജോലിക്ക് ശേഷവും നമുക്ക് ബ്രേക്ക് ടൈം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ടൈം ഇല്ല എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റി. അതിനകത്ത് വേറെ ഒരു കാര്യമില്ല. നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ടൈം ഇല്ല എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സംഭവത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് ടൈം. സോ ജോലിയോട് കൂടി തന്നെ നിങ്ങളിത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഒരുപാട് നിങ്ങളെ ടോർച്ചർ ചെയ്യാതിരിക്കുക. മെൻ്റലി ടെൻഷനാക്കിയിട്ട് ഇതെനിക്ക് പറ്റുമോ, ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ, ഒന്നും വേണ്ട. വളരെ എന്തായാലും നിങ്ങൾ ഇതിപ്പോൾ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യുന്നതിനോട് ചുമ്മാ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. കിട്ടിയാൽ കിട്ടി. ഞാൻ ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് യു ഹാവ് ടു ബി വെരി ക്ലിയർ, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് ഈ സാധനം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എഴുതി ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ലൈറ്റ് ഹാർട്ടഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കോർപ്പറേറ്റ്സിലൊക്കെ അത്യാവശ്യം നല്ല പൊസിഷനിലിരുന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് പേര് ഈ ഒരു സിവിൽ സർവീസിലേക്ക്, കാരണം അവർക്ക് അതിലും കൂടുതൽ സാലറി അപ്പുറം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ഒരു ജോബ് റോൾ ചൂസ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും? അവരുടെ പാഷനായിരിക്കാം, അവരുടെ പാഷനാവാം, അവരുടെ ഡ്രീം ആയിരിക്കാം. ചിലർക്ക് ഇപ്പം പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ആ യൂണിഫോമിനോടായിരിക്കും ചിലപ്പോൾ ഇഷ്ടം, ആ യൂണിഫോം ഇട്ട് വന്ന് നിൽക്കുക. ചിലർക്ക് സോഷ്യൽ സർവീസിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് പവർ ആയിരിക്കും. ഇപ്പോൾ കാരണം നമ്മൾ ഏതൊരു പൊസിഷനിലിരുന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു IAS കാരൻ വന്ന് നിന്നാൽ നമ്മൾ എവിടേക്കായിരിക്കും നമ്മളുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ പോകാൻ പോകുന്നത്? ഈ ഇൻ കേസ് ഓഫ് പവറിൻ്റെ കാര്യത്തിൽ എവിടേക്കായിരിക്കും? കാരണം കാരണം അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റലിലെ അവർ ഹാൻഡിൽ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ കാര്യമായിരിക്കും അവർ നോക്കുന്നത്. പക്ഷേ ഒരു കളക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഡിസ്ട്രിക്റ്റ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി പവർ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പവർ ആർക്ക് വരും? കളക്ടറിന് വരും. അപ്പോൾ ആ പവർ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഫെയിം ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. കാരണം ഇത് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി എന്താ പറഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമും കൂടെ ആണല്ലോ. അപ്പോൾ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? ഐ എം ഗുഡ് അറ്റ് ഇറ്റ് എന്നുള്ളൊരു സാധനം നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. സോ പല ഫാക്ടേഴ്സ് ആയിരിക്കും സിവിൽ സർവീസിലേക്ക് ആളുകളെ എത്തിക്കുന്നത്, പല ഫാക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഇനീഷ്യലി എപ്പോഴും ചിലപ്പോൾ ഒരു മൂവി ആയിരിക്കാം,
ഇപ്പം പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മൂവി ഇപ്പോൾ വിക്രമാദിത്യൻ ഒരു മൂവിയായിരുന്നു, അല്ലെ നേരത്തെ പറഞ്ഞ കിങ് ഒരു മൂവിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല മൂവീസിലും ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളുമുണ്ട്. പിന്നെ നമ്മൾ ഈ മൂവീസിൽ കാണുമ്പോൾ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള IAS IPS ഓഫീസേഴ്സിനെ കാണുമ്പോഴും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ പലപ്പോഴും പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ അവർ പറയുന്ന കാര്യങ്ങളോട് ഇവർ ഇതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഇത് ശരിക്കും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ആ ഒരു പവർ IAS IPS ഓഫീസേഴ്സിന് കിട്ടുന്നുണ്ടോ? ഓഫ് കോഴ്സ് പവർ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം, ദേ ആർ ഓൾ വർക്കിംഗ് ഇൻ എ സിസ്റ്റം. ഈ സിസ്റ്റം എന്താ പറയുക, റിവോൾവ് ചെയ്യുന്നത് ഡെമോക്രസി എന്നൊരു പ്രോസസ്സിലാണ്, ജനാധിപത്യം എന്നുള്ള പ്രോസസ്സിലാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ഇലക്ട് ചെയ്ത് വിട്ടിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനാണ് കൂടുതൽ അതോറിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ അണ്ടറിലാണ് ഇവർ വരുന്നത്. സോ ഒബ്വിയസ്ലി അവരുടെ ഒരു ഗൈഡൻസിലൊക്കെ തന്നെ ആയിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മന്ത്രിമാർ ഇപ്പോൾ പറഞ്ഞതുപോലെ പല നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് സിവിൽ സർവീസ് ഓഫീസേഴ്സിൻ്റെ കരങ്ങളുണ്ട്. അവരാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്, അവരാണ് ഇവരെ അഡ്വൈസ് ചെയ്യുന്നത്. പല ഏരിയാസിലും അഡ്വൈസും കാര്യങ്ങളൊക്കെ വരുന്ന ഇവിടെയാണ്. എല്ലാ രീതിയിലും അഡ്വൈസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് ഉണ്ടാവും. പക്ഷേ ഓൺ ദി അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ സിവിൽ സർവീസിൻ ആളുകളുടെ വലിയൊരു ഇൻവോൾവ്മെൻറ്റ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, സോഷ്യൽ ഇമ്പാക്റ്റ് ആണെങ്കിലും ഇക്കണോമിക് ഇമ്പാക്റ്റ് ആണെങ്കിലും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സമൂഹമാണ് സിവിൽ സർവീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു യങ്സ്റ്റേഴ്സ് സിവിൽ സർവീസും ഗവൺമെൻറ് ജോബിനും അപ്പുറത്തേക്ക് ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഈ ഒരു UPSC സിവിൽ സർവീസിൻ്റെ ആ ഒരു ഗോൾഡൻ എറ എൻഡ് ചെയ്യാൻ പോവാണ്. ഒരിക്കലും ഇല്ല. ഗോൾഡൻ ഇതിനെ നമുക്ക് എങ്ങനെ ഗോൾഡൻ എറ എന്ന് പറയാൻ പറ്റുന്നത്? കാരണം എത്ര പേര് പ്രിപ്പയർ ചെയ്താലും അൾട്ടിമേറ്റ്ലി എത്ര പേരെ എടുക്കാൻ പോകുന്നത്? അവർ പറഞ്ഞിട്ടുള്ള ഓരോ വർഷവും ഇട്ടിട്ടുള്ള 1000 പേര് അല്ല 1100 പേരെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അത്രയും പേരെ റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്നുള്ളൂ. ബാക്കി ആളുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു, എഴുതുന്നു എന്നുള്ളതാണ്. അപ്പം ആ എഴുതുന്നത് ഓരോരുത്തരുടെയും എന്താ പറയുക, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പുറത്തും അവരുടെ ഇൻട്രസ്റ്റിൻ്റെ പുറത്തുമാണ് അവർ എഴുതുന്നത്. അതിനകത്ത് മാറ്റങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ ബിസിനസ് ആയാലും അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളിലും അവർക്ക് ഇൻവോൾവ് ആകാനായിട്ട് പറ്റും. അതിന് വലിയൊരു മോട്ടിവേഷനാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് അതിന് വലിയൊരു മോട്ടിവേഷനാണ്. കാരണം ഇത് മാത്രമല്ല, ദർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു എന്നുള്ളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് വിൽ എൻകറേജ് ദം ടു ബി ഇൻ ഡിഫറെൻറ്റ് പ്രൊഫഷൻസ്. അത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു സിവിൽ സർവീസ് അല്ലെങ്കിൽ UPSC എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തൊരു വൈൻഡ് അപ്പ് മെസ്സേജ് ആയിട്ട് പറയാനുള്ള എന്തായിരിക്കും? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, പക്ഷേ ക്ലീഷയാണ്. ഞാൻ പറയാൻ പോകുന്ന ഉത്തരങ്ങളൊക്കെ ക്ലീഷ ആയതുകൊണ്ട് തന്നെ പറയാം. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കോൺഫിഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളൊരു ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ 60% നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്, ബാക്കി 40% നിങ്ങളുടെ കോണ്ടൻറ്റ്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് പറയാൻ കാര്യം, നമ്മൾ എത്രത്തോളം പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എക്സാമിനേഷൻ ഹോളിലാണെങ്കിലും അല്ലെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മൈൻഡ് സെറ്റ് പ്രോപ്പർ ആക്കുക. നിങ്ങളെ എന്താ പറയുക, മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് എടുക്കുക. നിങ്ങളുമായി കമ്പയർ ചെയ്യുക. ഇന്നലെയിലെ ഞാൻ അല്ലെങ്കിൽ യെസ്റ്റർഡേ ഞാൻ എന്ത് ചെയ്തു എന്നത് വെച്ചായിരിക്കണം നിങ്ങളുടെ കമ്പാരിസൺ. അല്ലാതെ എൻ്റെ കൂട്ടുകാരൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ കൂട്ടുകാരി എന്ത് ചെയ്തു എന്നുള്ളതാവരുത്. അത് നിങ്ങൾ ഒരിക്കലും ഒരു നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുപോകത്തില്ല. സോ ദാറ്റ്സ് ഒരു ജലസി എന്ന് പറഞ്ഞ ഫാക്ടറിൽ നിന്ന് ഈ സാധനം ഉണ്ടായി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യരുത്. നിങ്ങളുടെ കമ്പാരിസൺ നിങ്ങളോട് തന്നെ ആയിരിക്കണം. ഓരോ ദിവസവും ബെറ്റർ ആവാനായിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈഗോയുടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയ കാര്യങ്ങൾ ഇങ്ങനെ അല്ല പഠിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് അൺലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അതിനെ വളരെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുക. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഈ എക്സാമിനേഷനേക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മെൻ്റൽ സ്റ്റേറ്റ്. പിന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല, ഫിസിക്കൽ ഹെൽത്ത്. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണം, ആഹാരം കൃത്യസമയത്ത് കഴിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വിചാരിക്കും ആഹാരം കഴിക്കാതിരുന്ന് പഠിച്ചാൽ എല്ലാം ആയിരുന്നു. ഒന്നുമല്ല. ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് യുവർ മോട്ടിവേഷൻ, ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് യുവർ മെൻ്റൽ സ്റ്റേറ്റ്. അൾട്ടിമേറ്റ്ലി ദാറ്റ് റിഫ്ലക്റ്റ് ഇൻ യുവർ സ്റ്റഡീസ്. സോ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഹെൽത്ത് ആയാലും മെൻ്റൽ ഹെൽത്ത് ആയാലും എല്ലാം നിങ്ങൾ ആദ്യം മുൻതൂക്കം കൊടുക്കുക. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്.
മോട്ടിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് നിങ്ങൾ വാങ്ങിച്ച റാങ്കുകളോ നിങ്ങളുടെ തോൽവികളോ ഒന്നും നിങ്ങളെ ഇതിൽ നിന്ന് പുറകിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ ആർ യു റെഡി, ആർ യു കൺസിസ്റ്റൻറ്റ്, അത് മാത്രമേ ഇവിടെ ഡെഫിനറ്റായിട്ട് മാറ്റർ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തുകയാണെങ്കിൽ യു ക്യാൻ ക്ലിയർ ദിസ് എക്സാം. ഓക്കെ, ഇപ്പോൾ ഗൗതം നമുക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കുറേ തോട്ട്സ് തന്നു. ഒരു സിവിൽ സർവീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കുറേയൊക്കെ ഡൗട്ട്സ് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. Thank you for this wonderful opportunity actually. Yeah.